സോ ഇന്നലത്തിന്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം എക്സലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എക്സലിലെ ഫങ്ഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓക്കെ, സം, ആവറേജ് അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഫങ്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ കണ്ടീഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ ഉണ്ട് എന്ത്, ഒരു കണ്ടീഷൻ അല്ലെ? അവിടെ ഒരു കണ്ടീഷൻ വരും. ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ, ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഞാൻ ഇവിടെ നമുക്ക് പല കണ്ടീഷണൽ ഫങ്ഷൻസ് ഉണ്ട്. ഇഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഇങ്ങനെ വരണം, അത് ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ വരണം എന്ന് പറയാൻ. ഇഫ്സ് എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യാൻ. സം ഇഫ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു കോളത്തിന്റെ സം എടുക്കാൻ. കൗണ്ട് ഈഫ് ഉണ്ട്, ആവറേജ് ഈഫ് ഉണ്ട്, അതുപോലെ തന്നെ സം ഈഫ്സും കൗണ്ട് ഈഫ്സും ആവറേജ് ഈഫ്സും ഉണ്ട്. അങ്ങനെ ഇത്രയാണ് നമുക്ക് വരുന്ന ആര് കണ്ടീഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കണ്ടീഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. നമുക്ക് പഠിക്കാൻ വരുന്ന കണ്ടീഷണൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം ആദ്യമേ നമുക്ക് ഇഫിൽ തുടങ്ങാം. ഇഫ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടെങ്കിൽ, ഇൻ കേസ് ആർക്കെങ്കിലും പൈത്തണോ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഇഫ്. പോട്ടെ, ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഓർക്കുക, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം വരണം. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വേറൊരു കാര്യം വരുകയും വേണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ സ്റ്റുഡന്റ് നെയിമും ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്ന കോളം ഉണ്ട്. എഗെയിൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന അനദർ കോളം ഉണ്ട്. അതിലാണ് നമുക്കിപ്പോൾ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യമേ ഞാൻ ഇഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, എക്സലിലെ ഫോർമുലാസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫിലാണ്, സോറി ഈക്വൽ ടൂലാണ്. അപ്പൊ അത് ഞാൻ കൊടുത്തു. ദെൻ ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴേ അതിനകത്ത് കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ആദ്യത്തെ എന്താ, ലോജിക്കൽ ടെസ്റ്റ്. മീൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ അതിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കണ്ടീഷൻ അതിനെയാണ് എന്തെന്ന് പറയുക, ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുക. അടുത്തായിട്ട് കോമ ഇട്ടിട്ട് അടുത്ത എന്താ കൊടുക്കണ്ടേ, വാല്യൂ ഇഫ് ട്രൂ. ഈ ലോജിക്കൽ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്ത് വരണം എന്നുള്ളതാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ടുള്ളതോ വാല്യൂ ഈ ഫോൾസ്. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് വരണം എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, സോ ഞാൻ ഈ ലോജിക്കൽ ടെസ്റ്റിനകത്ത് ഞാൻ ഇവിടെ ഒരു ക്രൈറ്റീരിയ എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 40, ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ പാസ് എന്ന് വരണം, അല്ലെങ്കിൽ ഫെയിൽ എന്ന് വരണം. സോ ഞാൻ ഈ പറയുന്ന സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തു. ആ സെല്ലിൽ എന്താ എഴുതിയിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ 40. ഞാനിപ്പോ എന്താ ആ ഒരു കാര്യം കൊടുത്തു. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എങ്ങനെ വരണം എന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുവാണ്. പാസ് എന്ന് വരണം. സപ്പോസ് ഈ കണ്ടീഷൻ ഫോൾസ് ആയെങ്കിൽ എങ്ങനെ വരണം, ഫെയിൽ എന്നും വരണമെന്ന് പറഞ്ഞു കൊടുത്തു. ക്ലോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈ ഇഫിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് എന്താണ്, ഈ ഒരു ഈ ഒരു സെല്ലിലെ വാല്യൂ ആണ്. നമ്മുടെ ഈ സെല്ലിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ എന്താണെങ്കിൽ 40 ആണെങ്കിൽ ഈ സെല്ലിലെ വാല്യൂ, അതായത് നമ്മുടെ ആദ്യത്തെ സെല്ലിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വിടുകയുള്ളൂ. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഈക്വൽ ടു ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ, ഞാൻ ആ സെൽ റെഫറൻസ് കൊടുക്കാൻ വിട്ടു. ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ഫെയിൽ എന്നാണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇപ്പൊ നമുക്കറിയാം 99 എന്ന് പറയുന്ന വാല്യൂ എന്താ, ഗ്രേറ്റർ ദാൻ 40 ആണ് അല്ലെ? ഗ്രേറ്റർ ദാൻ 40 ആയതുകൊണ്ട് തന്നെ എന്തെന്ന് വരും, പാസ് എന്ന് വരും, അല്ലെങ്കിലാണ് ഫെയിൽ എന്ന് വരുന്നത്. സോ എൻട്രി കൊടുത്തു, പാസ് എന്ന് വന്നു. ബാക്കി ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ജസ്റ്റ് ഞാനിത് ഡ്രാഗ് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ 39 എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ 40 അല്ല, അതുകൊണ്ട് ഫെയിൽ എന്ന് വന്നു. 40 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 40 അല്ല, അതുകൊണ്ട് ഫെയിൽ വന്നു. 100 ഒക്കെ ഗ്രേറ്റർ ദാൻ 40 ആയതുകൊണ്ട് പാസ്. 15 എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ 40 അല്ലാത്തത് കൊണ്ട് ഫെയിൽ. 60 എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ 40 ആയതുകൊണ്ട് പാസ് എന്നും വന്നു. ഓക്കെ, അത് ഞാൻ വേണേ ഒന്നുകൂടെ കാണിക്കാം. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ഇഫ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ. ലോജിക്കൽ ടെസ്റ്റ് ഞാൻ പറയുന്നു,
ഈ സെല്ലിലിരിക്കുന്ന വാല്യൂ ഗ്രാൻഡ് ടോട്ടലിന്റെ ആദ്യത്തെ സെല്ലിലിരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ എന്ത് വരണം? പാസ് എന്ന് വരണം. ഇനി അല്ലെങ്കിലോ എന്ത് വരണം? ഫെയിൽ എന്ന് വരണം. ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, അത് പാസ് എന്നാണ് വരുന്നത്. ബാക്കിയുള്ളത് ചെയ്യാൻ നിൽക്കുന്നില്ല, ഡ്രാഗ് ചെയ്ത് വിട്ടു. ഇവിടുത്തെ ഇക്വേഷൻ നോക്കിയാൽ അറിയാൻ കണ്ടോ, ഓട്ടോമാറ്റിക്കലി മാറി. ഇവിടെ E6 ആണ് സെൽ റെഫറൻസ് എങ്കിൽ തൊട്ട് താഴെ വരുമ്പം E7 ആയിട്ട് മാറി. അടുത്ത താഴെ വരുമ്പം എന്തായിട്ട് മാറി? E8 ആയിട്ട് മാറി. ദെൻ അടുത്തത് വരുമ്പം E9 ആയിട്ട് മാറി. അങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കും. കാരണം അത് ഡ്രാഗ് ചെയ്ത് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽ റെഫറൻസ് എന്ത് ചെയ്തോളും? അഡ്ജസ്റ്റ് ചെയ്തോളും. ഇതാണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈക്വൽ ടു, ഇഫിന്റെ ഉള്ളിൽ എന്ത് പാസ് ചെയ്യുക? ഈ പർട്ടിക്കുലർ സെല്ലിലിരിക്കുന്ന വാല്യൂ, ഈ സെല്ലിലിരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ഫെയിൽ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ടാണ് ആദ്യത്തെ വാല്യൂ ആയ പാസ് വന്നത്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ വാല്യൂ ആയ ഫെയിൽ ആണ് വരണത്. ഓക്കെ, ഇതാണ് കണ്ടീഷണൽ ഫങ്ഷൻസിന്റെ ആദ്യത്തേതായ ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ നോക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് നോക്കാം സം ഇഫ്. എന്താണ് സം ഇഫ് എന്ന് പറയുന്നത്? ഞാനിവിടെ അതിന്റെ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു സം ഇഫ് ഓഫ്. ആദ്യമേ നമ്മൾ റേഞ്ച് സമ്മ് കണ്ടുപിടിക്കാൻ ആദ്യമേ ക്രൈറ്റീരിയ കൊടുക്കുന്ന കോളത്തിന്റെ റേഞ്ച് ഞാൻ വേണേ ആദ്യമേ എഴുതി കാണിക്കാം. ഈക്വൽ ടു സം ഇഫ് ഓഫ് ക്രൈറ്റീരിയ കൊടുക്കുന്ന ഞാൻ ഈ കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെയാണ് ഞാൻ പറയുന്നു. കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയ പോയിന്റ്സുകളുടെ സം എടുക്കണം. കൺട്രി ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്ക് കിട്ടിയ പോയിന്റ്സുകളുടെ എന്തെടുക്കുക? സം എടുക്കുക. സോ ഞാൻ ആദ്യമേ നമ്മൾ കണ്ടീഷൻ, അതായത് ക്രൈറ്റീരിയ കൊടുക്കുന്ന കോളത്തിന്റെ റേഞ്ച് പാസ് ചെയ്തു, കോമ. എന്താണ് ക്രൈറ്റീരിയ? ഇന്ത്യ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സെല്ലിന്റെ റെഫറൻസ് ഞാൻ പാസ് ചെയ്തു. ഇനി ആരെയാ കൊടുക്കേണ്ടത്? അടുത്ത ആരെയാ കൊടുക്കേണ്ടത്? സം റേഞ്ച്, സമ്മ് കിട്ടേണ്ട കോളത്തിന്റെ റേഞ്ച്. സമ്മ് കിട്ടേണ്ടത് എവിടെ നിന്നാ? പോയിന്റ്സിന്റെ ആണ്. സോ പോയിന്റ്സിന്റെ എന്ത് കൊടുത്തു? റേഞ്ച് പാസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു സം ഇഫ് ഓഫ്. ആദ്യമേ എന്ത് കൊടുത്തു? ക്രൈറ്റീരിയ, അതായത് നമുക്ക് കണ്ടീഷൻ കൊടുക്കണമല്ലോ. ഞാൻ പറയുന്നു കൺട്രി ഇന്ത്യ ആയിരിക്കണം. കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് പാസ് ചെയ്തു, കോമ. അതിലെ ഏതായിരിക്കണം കൺട്രി? ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ സെൽ റെഫറൻസ് കൊടുത്തു, കോമ. കറസ്പോണ്ടിങ് ഏത് കോളത്തിന്റെയാണ് നമുക്ക് സമ്മ് കിട്ടേണ്ടത്? പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെയാണ്. അപ്പൊ അതിന്റെ റേഞ്ച് ചെയ്യാൻ പാസ് ചെയ്തു, എൻ്റർ കൊടുത്തു. കണ്ടോ? 15. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇന്ത്യയുടെ ആദ്യത്തെ പോയിന്റ് 8, ദെൻ അടുത്തത് വരുന്നത് 3, പിന്നെ വരുന്നത് 4. എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതാണ് സം ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ ടു സം ഇഫ് ഓഫ്. അതിനകത്ത് പറയും റേഞ്ച്, ക്രൈറ്റീരിയ കൊടുക്കേണ്ട കോളത്തിന്റെ റേഞ്ച്. ക്രൈറ്റീരിയ കൊടുക്കുന്ന എവിടെ നിന്നാ? ഈ കോളത്തിൽ നിന്നാണ്. അപ്പൊ അതിന്റെ റേഞ്ച് കൊടുത്തു. ക്രൈറ്റീരിയ എന്താന്ന് കൊടുത്തു? ഇന്ത്യ ആണെന്ന് പറഞ്ഞു. ദെൻ കോമ, സം കിട്ടേണ്ട കോളത്തിന്റെ റേഞ്ച് അതുകൂടെ ഞാൻ പാസ് ചെയ്തു, എൻ്റർ കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് അഗെയിൻ ഞാൻ അടുത്തത് കൊടുക്കുന്നത് ഈക്വൽ ടു, നമുക്കിപ്പം അതിനകത്ത് ഇന്ത്യയുണ്ട്, ഓക്കെ, സൗത്ത് ആഫ്രിക്ക ഉണ്ട്. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ കൊടുക്കാം. ഈക്വൽ ടു സം ഇഫ് ഓഫ്. ആദ്യമേ ക്രൈറ്റീരിയ കൊടുക്കേണ്ട കോളത്തിന്റെ റേഞ്ച്, അപ്പൊ അത് കൊടുത്തു. അതിലെ ക്രൈറ്റീരിയ ആരാന്ന് കൊടുത്തു? സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു സെൽ റെഫറൻസ് സെലക്ട് ചെയ്ത് കൊടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഈ പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ സമ്മാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ സൗത്ത് ആഫ്രിക്ക വരുന്നതിന് കറസ്പോണ്ടിങ് പോയിന്റ്സ് 6ഉം അതുപോലെ തന്നെ 7ഉം ആണ്. സോ ഔട്ട്പുട്ട് നോക്കിക്കേ, 13 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതുപോലെ തന്നെയാണ് ആവറേജ് ഇഫ് എന്ന് പറയുന്നത്. ഈക്വൽ ടു ആവറേജ് ഇഫ് ഓഫ് സെയിം റേഞ്ച്. ഞാനിപ്പോ കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് പാസ് ചെയ്തു. അതിലെ
ക്രൈറ്റീരിയ ഇന്ത്യയുടെ സെൽ റെഫറൻസ് കൊടുത്തു. ആവറേജ് കണ്ടുപിടിക്കേണ്ടത് സെയിം നമ്മുടെ പോയിന്റ്സിന്റെ ആണ്. പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ ആണ് ആവറേജ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച്, കോമ, അതിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഇന്ത്യയാണ്, ഇന്ത്യയുടെ സെൽ റെഫറൻസ്, ദെൻ കോമ, പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ ആണ് നമുക്ക് ആവറേജ് കിട്ടേണ്ടത്. അപ്പൊ പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ സെലക്ട് ചെയ്ത് കൊടുത്തു, എൻട്രി കൊടുത്തു. നോക്കിക്കേ, ആവറേജ് 8. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ 1, 2, 3 മൂന്നിടത്താ വരുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ സം ഓൾറെഡി കണ്ടുപിടിച്ചു. എന്താണ്? 15. 15/3. സോറി, 15/3. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ബൈ എത്ര എണ്ണം ഉണ്ടോ അല്ലെ? അപ്പൊ 15/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 എന്നാണ് ഔട്ട്പുട്ട് വരുന്നത്. ആവറേജ് ആണ് അവിടെ എടുത്തത്. അതാണ് ആവറേജ് ഇഫ് എന്ന് പറയുന്നത്. സം ഇഫ് പോലെ തന്നെയാണ് ആവറേജ് ഇഫ് എന്ന് പറയുന്നത്. അവിടെ ആവറേജ് നമുക്ക് കിട്ടുമെന്നേ ഉള്ളൂ. സെയിം അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതി കൊടുക്കുന്നത്. ഇത്രേ ഉള്ളൂ. അവിടെ നമുക്ക് എഴുതി വരുമ്പോഴേ കാണിക്കും, അതിന്റെ ആ ഒരു സിൻടാക്സ് കാണിക്കും. ഈക്വൽ ടു സം ഇഫ് ഓഫ് എന്ത്? ക്രൈറ്റീരിയ കൊടുക്കേണ്ട കോളത്തിന്റെ റേഞ്ച്, കോമ, ഏതാണോ ക്രൈറ്റീരിയ അതിന്റെ സെൽ റെഫറൻസ്, കോമ, ഏത് കോളത്തിന്റെയാണോ സമ്മ് കിട്ടേണ്ട ആ കോളത്തിന്റെ റേഞ്ച് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇഗെയിൻ ആവറേജ് ഇഫ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ഈക്വൽ ടു ആവറേജ് ഇഫ് ഓഫ് ദെൻ എന്ത്? നമ്മുടെ ഏത് കോളത്തിലാണോ ക്രൈറ്റീരിയ കൊടുക്കുന്നത് ആ കോളത്തിന്റെ റേഞ്ച്, കോമ, അതിൽ ഏത് ക്രൈറ്റീരിയ എന്നതാന്ന് പറഞ്ഞു കൊടുക്കുക, കോമ, എന്ത്? പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ സമ്മ്. അതാണ് പോയിന്റ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച്, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് സം ഇഫ് ആൻഡ് ആവറേജ് ഇഫ് കണ്ടുപിടിക്കുന്നത്. അടുത്താണ് നമ്മുടെ കൗണ്ട് ഇഫ്. പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര സെൽസ് ഉണ്ട് എന്ന് എന്തെടുക്കും? കൗണ്ട് എടുക്കും. ഇപ്പോ നമുക്ക് ഇത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നു, നോക്കിയേ, ഈക്വൽ ടു കൗണ്ട് ഇഫ് ഓഫ്. ആദ്യമേ ഞാൻ ഈ ഒരു കോളത്തിന്റെ റേഞ്ച് പാസ് ചെയ്തു. അതിൽ എമറോൾഡ് എന്ന് പറയുന്നത് എത്രയിടത്ത് വരുന്നുണ്ട് എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. 2 ഇടത്ത്. ആ ഒരു കണ്ടീഷനാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഈക്വൽ ടു കൗണ്ട് ഇഫ് ഓഫ് കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് പാസ് ചെയ്തു. അതിൽ ഇന്ത്യ എത്ര അടുത്ത് വരുന്നുണ്ട്, എത്ര തവണ വരുന്നുണ്ട്? നമുക്കറിയാം 3. സോ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. കാരണം എന്താ? അവിടെ വരുന്ന ആ ഒരു കൗണ്ട് മീൻസ് ഇന്ത്യ, നമുക്ക് അവിടെ വേറെ സമ്മോ ആവറേജോ ഒന്നും എടുക്കാനില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എന്ത് പറ്റി? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കൗണ്ട് ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പറിന്റെ റേഞ്ചിന്റെ ടോട്ടൽ കൗണ്ട് എടുക്കുന്നത്. കൗണ്ട് ഇഫ് എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് ബൈ ചെയ്തിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് അല്ലേ? എടുക്കുന്നത്. ആ ആ ഒരു കണ്ടീഷൻ, അതായത് ആ ഒരു റേഞ്ചിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ വാല്യൂ എത്ര അടുത്ത് വരുന്നുണ്ട് എന്ന് മാത്രം എടുക്കുന്നത്. കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ D16 to D17 എന്നുള്ള D27 എന്നുള്ള നമുക്ക് ആ ഒരു ഡാറ്റ ഫ്രെയിം നമ്മൾ പറഞ്ഞു കൊടുത്തു. D17 എന്നുള്ള നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുത്തു. നമ്മളിപ്പോൾ അതായത് D17 പകരം അത് വേറെ ഇന്ത്യ. കൊടുത്തിരുന്നെങ്കിലോ? D18 ആയിരുന്നെങ്കിലോ? D18 എന്ന് പറയുന്നത് ആരാ? ബ്രസീൽ അല്ലേ? അപ്പൊ ആ ബ്രസീൽ എത്ര ഇടത്ത് വരുന്നുണ്ട്? ബ്രസീൽ ആകെ ഒരിടത്തല്ലേ വരുന്നുള്ളൂ. അപ്പൊ ആ 1 എന്ന് കൗണ്ട് കിട്ടും. കറക്റ്റ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ഒരു ഫോർമുല നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 10-12 റോസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമുല മുകളിലോട്ടും താഴോട്ടും നമ്മളത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ഡ്രാഗ് അഥവാ ചെയ്താലോ? ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതായത് ഓരോ ഓക്കെ. ഇപ്പോൾ ഇന്ത്യക്ക് അഗൈൻസ്റ്റ് 3ഉം ബ്രസീൽ അഗൈൻസ്റ്റ് 1 അങ്ങനെയാണോ വരുന്നത്? അതിപ്പോ നോക്കാം. നമുക്ക് ഈക്വൽ ടു കൗണ്ട് ഇഫ് ഓഫ് ഇത്രേ ഉള്ളൂ. കൗണ്ട് ഇഫ് ഓഫ് ഇപ്പൊ ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത് ഇതിന്റെ തന്നെ റേഞ്ച് പാസ് ചെയ്തു, കോമ, ക്രൈറ്റീരിയ ഇന്ത്യ എന്ന് കൊടുത്തു, ഓക്കെ. എൻ്റർ ചെയ്തു. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ആ ഡ്രാഗ് ചെയ്യുമ്പോ ബ്രസീലിന്റെ 1, ഫ്രാൻസ് എന്ന് പറയുന്നത് 1 തവണ, പിന്നെ വരുന്നത് ന്യൂസിലാൻഡ് അല്ലേ? ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് 2 തവണ, ഇന്ത്യ പിന്നെ എടുക്കില്ല. പിന്നെ എന്താ? ഓ ഓക്കെ ഓക്കെ. കൊളംബിയ 1, പിന്നെ സൗത്ത് ആഫ്രിക്ക 2, അഗെയിൻ ന്യൂസിലാൻഡ് എടുക്കില്ല, ഇന്ത്യ എടുക്കില്ല, സൗത്ത് ആഫ്രിക്ക എടുക്കില്ല. അങ്ങനെ 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 എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാ. ഞാൻ ഉദ്ദേശിച്ചത് 17th റോയ്ക്ക് അഗൈൻസ്റ്റ് ഈ ഫോർമുല എഴുതുമായിരുന്നു. എഴുന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. ഏത് 17th റോ ആണ്? ഇതോ? 17th റോയിൽ ഇവിടെ എഴുതാം. ഐ കോളത്തിൽ ആ ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് ഡ്രാഗ് ആ ചെയ്യുമ്പോൾ ആ ആ കിട്ടും കിട്ടും, കുറച്ച് അത് കിട്ടും. ഞാനത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ.
അപ്പോൾ അവിടെ ഒരു ഡൗട്ട് കൂടെ ഉണ്ട് അന്നേരം. അപ്പം ആ നമ്മൾ ഇന്ത്യയുടെ ആ ഒരു അതായത് I-17 നമ്മൾ ഈ ഫോർമുല എഴുതിയിട്ട് നമ്മൾ ഉം, ഡ്രാഗ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്നുള്ളത് ഫസ്റ്റ് ഇതിൽ 3 വരും കൗണ്ട് ആ എന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും ഒത്തിരി തന്നെ വരും. സെക്കൻഡ് ആ, ഒക്കറൻസ് ഫസ്റ്റ് റോയിലും ഉം, അത് I-21 എനിക്ക് തോന്നുന്നു 3 തന്നെ വരും തോന്നുന്നു അല്ലേ വാല്യൂ. ആൻസർ ഈക്വൽ ടു കൗണ്ട് ഇഫ് ഓഫ് ഇതന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു, അതെ, പിന്നെ ക്രൈറ്റീരിയ ഞാൻ ഇന്ത്യയുടെ കൊടുത്തു, കറക്റ്റ്. എന്നിട്ട് റൺ ചെയ്തു. അതെ. Okay. എന്നിട്ട് ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പം കൺട്രിയുടെ 1, സോറി ഇന്ത്യയുടെ 1, ബ്രസീലിന്റെ 1, സോറി ഇന്ത്യയുടെ 3, ബ്രസീലിന്റെ 1, ഫ്രാൻസിന്റെ 1, ന്യൂസിലാൻഡിന്റെ 2. എഗെയിൻ ഇന്ത്യയുടെ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹലോ. കാരണം താഴേക്ക്. ഹലോ, ആ കേക്കത്തില്ലേ? കേൾക്കാം. സോറി, ആ ഇന്റർനെറ്റ് അപ്പൊ കണക്ഷൻ. താഴേക്ക് വരുമ്പത്തേക്കും ആ അവിടെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ആ ഒരു റേഞ്ച് മാറിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പം അവിടെ റേഞ്ചും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അപ്പം താഴേക്ക് ഇറങ്ങുമ്പം ഇവിടുന്ന് ഇന്ത്യനെ കണക്കാക്കുമ്പോൾ ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പം 1, 2 എന്നുള്ള രീതിയിൽ എടുക്കും. എഗെയിൻ ഇവിടെ വന്നു ഓ. കഴിയുമ്പോൾ താഴേക്ക് ഇന്ത്യ ഇല്ല, മീൻസ് അതിന്റെ സെൽഫ് റെഫറൻസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തു പോവല്ലേ. അതുകൊണ്ട് താഴേക്ക് വരുന്തോറും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് തൊട്ട് താഴേക്കുള്ളത് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി. അതുകൊണ്ടാണ് പക്ഷെ അവിടെ അപ്പം അങ്ങനെ കുറയുന്നത്. വരുമ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പം അങ്ങനെ ഉം. വരുമ്പം എല്ലാത്തിനെയും ഫസ്റ്റ് ഒക്കറൻസ് മേക്ക് സെൻസ്. ആ ബാക്കിയുള്ളത് നമ്മളിപ്പം ഇതൊരു ഡാറ്റ അനാലിസിസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇത് നമുക്ക് കൗണ്ട് ഇഫ് മീനിങ്ഫുൾ എന്ന് ആയിരിക്കും. പറയുന്ന ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. ഉം, ഇപ്പൊ ഉം, സം ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു രീതിയിൽ പറ്റും. ഇത് ഇഫും ഇഫ്സ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. കാരണം ഒരുപാട് ഒരു കണ്ടീഷൻസും കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ മുമ്പേ കാണിച്ചില്ലേ, ഇതുപോലെ ഡ്രാഗ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്ത് വന്നോളൂ. സമ്മിലും അങ്ങനെ ചിലപ്പോൾ ഇതേ ഇഷ്യൂ വരേണ്ടതായിരിക്കും അല്ലേ? സമ്മിലും ഇതേ വിഷയം വരും, സം സമ്മിഫിലും. എടുക്കുമ്പോൾ നമ്മളൊരു ക്രൈറ്റീരിയ കൊടുക്കൂല. അപ്പൊ ക്രൈറ്റീരിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓക്കെ, ആ ഓക്കെ, ഒരു ഇത് ഓക്കെ. വരും. ഓക്കെ, ഇതാണ് സം ഈഫ്, ആവറേജ് ഈഫ്, കൗണ്ട് ഈഫ്. പിന്നെ വരുന്ന ഒന്നാണ് ഇഫ്സ് എന്ന് പറയുന്നത്. ഇഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അത് ട്രൂ ആണെങ്കിൽ ഇങ്ങനെ വരണം, അത് ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ വരണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നമുക്ക് ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഇഫ്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഈക്വൽ ടു ഇഫ്സ്. ഇഫ്സ് എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ കൊടുക്കാനായിട്ടാണ്. ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, 7 7 എബോവ് ആണെങ്കിൽ ഹൈ എന്ന് വരണം. ഇനി അഗെയിൻ ഞാൻ അടുത്തത് കൊടുക്കുവാണ്. ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ എന്ത് വരണം? മീഡിയം എന്ന് വരണം. അഗെയിൻ ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ലെസ് ദാൻ 4 ആണെങ്കിൽ ലോ എന്ന് വരണം. അവിടെ ഒന്നല്ല 3 കണ്ടീഷൻസ് ആണ് ഞാൻ പാസ് ചെയ്തത്. ആദ്യമേ പറഞ്ഞ കണ്ടീഷൻ എന്താ? ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണെങ്കിൽ ഹൈ, അതല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ മീഡിയം, ഇനി അതുമല്ല ലെസ് ദാൻ 4 ആണെങ്കിൽ ലോ എന്ന് വരണം. നമുക്കറിയാം 8 എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. അതുകൊണ്ട് അവിടെ എന്ത് വരും? ഹൈ എന്ന് വരും. ഇനി അടുത്ത വാല്യൂ, എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് അല്ലേ? അപ്പൊ അവിടെ എന്തെന്ന് വരും? മീഡിയം എന്ന് വരും. അടുത്ത വാല്യൂ എന്ന് പറയുമ്പോൾ 2, അത് ലെസ് ദാൻ 4 ആണ്, അതുകൊണ്ട് ലോ എന്ന് വരും. സെയിം അതുപോലെ തന്നെ ബാക്കി ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വിട്ടതാണ്, അപ്പോഴാണ് ഈ മാറി മാറി വരുന്നത്. 6 എന്ന് പറയുമ്പം അതും എന്താണ്? മീഡിയം ലെവലിലാണ് വരുന്നത്. 8 എന്ന് പറയുമ്പോൾ ഹൈ ലെവലിൽ പോകും. 7 എന്ന് പറയുമ്പോൾ ഹൈ പോകും, കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആയിരുന്നല്ലോ കൊടുത്തത്, അതുകൊണ്ട് ഹൈ ആകും. പിന്നെ 1 എന്ന് പറയുമ്പോൾ ലോ, 3 എന്ന് പറയുമ്പോഴും ലോ, 2 എന്ന് പറയുമ്പോഴും ലോയിലേക്ക് വരും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഇഫ്സ്, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ വരണം, ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ വരണം, അങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ അത് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് വരണം എന്നുള്ളതും കൂടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുത്തു, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് വരണം, ഇല്ലെങ്കിൽ എന്ത് വരണം. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസും അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ എന്ത് വരണം എന്നും കൂടാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, സം ഈഫ്സും കണ്ടുപിടിക്കാം. സം ഈഫ്സും അതുപോലെ തന്നെ കൗണ്ട് ഇഫ്സും നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ.
ഇതിപ്പോ കൗണ്ട് ഇഫ്സ് ആണ്. കൗണ്ട് എടുക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ നമ്മുടെ കൺട്രി എന്ന് പറയുന്ന ഒരു കോളവും ഉണ്ട്, മെഡൽസ് എന്ന് പറയുന്ന ഒരു കോളവും ഉണ്ട്. എനിക്ക് പറയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ മെഡൽസും കിട്ടിയിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി ആയിരിക്കണം, മെഡൽസ് ഗോൾഡ് ആയിരിക്കണം. അങ്ങനെ ഈ രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്രയിടത്ത് വരുന്നുണ്ട്? ഈക്വൽ ടു കൗണ്ട് ഇഫ്സ് ഓഫ് ക്രൈറ്റീരിയ 1 എന്ന് പറഞ്ഞാൽ കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച്, കോമ അതിൽ വരുന്ന ക്രൈറ്റീരിയ ആരാ? ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ ആണ് D5751 എന്ന് കൊടുത്തിരിക്കുന്നത്, കോമ അടുത്ത ക്രൈറ്റീരിയ മെഡൽസ്, അതിന്റെ റേഞ്ച് കൊടുത്തു. അതിൽ ആരായിരിക്കണം? ഈ ഗോൾഡ് ആകണമെങ്കിൽ എന്ത് കൊടുത്തു? E51 എന്ന് കൊടുത്തു. അതായത് കൺട്രി ഇന്ത്യയും മെഡൽ ഗോൾഡും. കാരണം കൺട്രി ഇന്ത്യ ഓക്കെ, പക്ഷെ മെഡൽ മാറി മാറി വരുന്നുണ്ട്. ഇന്ത്യക്ക് തന്നെ വേറെ മെഡൽസും കിട്ടിയിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് ഗോൾഡ് മെഡൽ അതായിരിക്കണം. ഇപ്പൊ എത്രയിടത്താണ്? 2 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി അടുത്ത ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താ? കൗണ്ട് ഇഫ്സ് ഓഫ് ക്രൈറ്റീരിയ 1 കൺട്രി എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച്, അതിൽ ആരെയാ പറഞ്ഞേക്കുന്നത്? USA. ദെൻ മെഡൽസ് എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച്, അതിൽ ആരെയാ പറഞ്ഞിരിക്കുന്നത്? ഗോൾഡ്. അപ്പം ഈ പറയുന്ന USAക്ക് എത്രയിടത്താണ് ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്നത്? അപ്പൊ രണ്ടും ബിക്കോസ് അവിടെ USA ഗോൾഡ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ്. ഇപ്പൊ USA ഗോൾഡ് എന്ന് പറയുന്നത് 4 വരുന്നത്. സോ 4 ഔട്ട്പുട്ട് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതും സെയിം ഇന്ത്യയുടെ തന്നെയാണ്. വേണമെങ്കിൽ ബ്രസീലിന്റെ ചെക്ക് ചെയ്യാം. ബ്രസീലിന് സിൽവറും ഉണ്ട്, ബ്രോൺസും ഉണ്ട്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് പക്ഷെ ഓരോന്നായതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ 1 എന്ന ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഇവിടെ ഇന്ത്യക്കും USAക്കും കുറച്ചേറെ ഉള്ളതുകൊണ്ടാണ് അത് വെച്ച് കാണിച്ചത്. അപ്പൊ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഔട്ട്പുട്ട് എടുക്കാനായിട്ട്, അതായത് കൗണ്ട് എടുക്കാനായിട്ട് പറ്റുക. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര റോസ് ഉണ്ട് എന്ന് കൗണ്ട് എടുക്കാൻ പറ്റും. ഇവിടെ 2 കണ്ടീഷനാണ് ഞാൻ പാസ് ചെയ്തത്. ഇതുപോലെ തന്നെ എത്ര എണ്ണം വേണേലും പാസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കൗണ്ട് ഇഫ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് സം ഇഫ്സ്. സം ഇഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ പറഞ്ഞിട്ട് ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ സം ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്ത കണ്ടീഷൻ ഈക്വൽ ടു സം ഇഫ്സ് ഓഫ് സെയിൽസ്മാൻ എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു. അതിൽ ആരായിരിക്കണം? ആദ്യമേ നമുക്ക് സമ്മ് കിട്ടേണ്ട കോളത്തിന്റെ റേഞ്ച് ആണ്. സമ്മ് കിട്ടേണ്ടത് ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ ആണ്. സോ അതിന്റെ റേഞ്ച് പാസ് ചെയ്തു, കോമ അടുത്തതാണ് നമ്മുടെ ക്രൈറ്റീരിയ 1 സെയിൽസ്മാൻ എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് പാസ് ചെയ്തു. അതിൽ ആരായിരിക്കണം? സെയിൽസ്മാൻ അജ്മൽ ആയിരിക്കണം, കോമ മോഡൽ നമ്പർ എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു. അതിൽ ഏത് മോഡൽ ആയിരിക്കണം? SGM3OS എന്നുള്ള മോഡൽ ആയിരിക്കണം. അടുത്തത് കളേഴ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു, ബ്ലാക്ക് കളർ. സെയിൽസ്മാൻ അജ്മൽ ആയിരിക്കണം, മോഡൽ നമ്പർ ആ SG അത് കൂട്ടിയുള്ളതായിരിക്കണം, കളർ ബ്ലാക്ക് ആയിരിക്കണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂസിന്റെ സമ്മാണ് നമ്മൾ അവിടെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? അജ്മൽ, സെയിൽസ്മാൻ അജ്മൽ, ദെൻ മോഡൽ നമ്പർ അത്, കളർ ബ്ലാക്ക്, ഇങ്ങനെ വരുന്നത്. അപ്പൊ ആദ്യത്തെ സെല്ല് സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ അജ്മൽ വരുന്നത് ഈ സെല്ലിലാണ്. അജ്മൽ സെയിം മോഡൽ നമ്പർ, സെയിം കളർ, ഓക്കെ. അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്തു. ആദ്യത്തെ സെല്ലിൽ 500ഉം ഈ സെല്ല് 458. സോ നമുക്ക് അടുത്ത വാല്യൂ കിട്ടുന്നത്, അതിന്റെ സമ്മ് കിട്ടുന്ന 958 കിട്ടി. കാരണം എന്താ? ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ കോളത്തിലെ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂസിന്റെ സമ്മാണ് നമ്മൾ അവിടെ എടുത്തത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ആവറേജ് എടുക്കാം. സെയിം അത് തന്നെയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഈക്വൽ ടു ആവറേജ് ഇഫ്സ് ഓഫ് ആവറേജ് കിട്ടേണ്ട കോളത്തിന്റെ റേഞ്ച്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു, കോമ ക്രൈറ്റീരിയ 1 സെയിൽസ്മാൻ എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു. അവിടെ അജ്മൽ ആയിരിക്കണം സെയിൽസ്മാൻ. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോഡൽ നമ്പർ എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു, ഈ മോഡൽ ആയിരിക്കണം. ദെൻ അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കളേഴ്സ് എന്ന് പറയുന്ന കോളത്തിന്റെ റേഞ്ച് കൊടുത്തു, ബ്ലാക്ക് ആയിരിക്കണം കളർ. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഈ കോളത്തിന്റെ സെയിം മുമ്പത്തെ തന്നെ ക്രൈറ്റീരിയ ഞാൻ കൊടുത്തത്. അതുകൊണ്ട് 500 പ്ലസ് 458, അതായത് 500 പ്ലസ് 458 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് വരും? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്താണ്? ആവറേജ് ഇഫ്സ് ആണ് എടുത്തത്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് മറ്റൊരു കോളത്തിന്റെ ആവറേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്.
അതിന് മുന്നേ ചെയ്തത് സമ്മീവ്സ്. അതായത് നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങളോട് പറയും എന്തൊക്കെയാണ് അതിനുള്ളിൽ വേണ്ടത്. ഞാനിപ്പോ സമ്മീവ്സ് എന്ന് എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ സം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് കോളത്തിന്റെ ആണോ നമുക്ക് സം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോളത്തിന്റെ റേഞ്ച്. അതിനുശേഷം എന്താ കൊടുക്കണ്ടേ? ക്രൈറ്റീരിയ റേഞ്ച് 1. ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾ ഏത് ക്രൈറ്റീരിയ ആണോ ഉദ്ദേശിക്കുന്നത് ആ കോളത്തിന്റെ റേഞ്ച്. ദെൻ ക്രൈറ്റീരിയ 1 അതിനകത്ത് എന്തായിരിക്കണം ക്രൈറ്റീരിയ. ഇതുപോലെ തന്നെ റിപ്പീറ്റ് കൊണ്ട് എത്ര വേണേലും ക്രൈറ്റീരിയ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ സോൺ എടുത്തിട്ടില്ല, സെയിൽസ് സോൺ എടുത്തിട്ടില്ല. സെയിൽസ് സോൺ എടുത്തെങ്കിൽ 4ഉം കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് വരില്ല. അതുകൊണ്ടാണ് ഞാൻ സെയിൽസ് സോൺ കൊടുക്കാഞ്ഞത്. സെയിൽസ്മാനും മോഡൽ നമ്പറും കളേഴ്സും മാത്രമാണ് ഞാനിപ്പം കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എഴുതി വരുമ്പോഴേ ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ കാണിക്കും എന്തൊക്കെയാണ് അതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് ഓർഡറിലാണെന്ന് കാണിക്കും. അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ ചെയ്ത് നോക്കേണ്ടത് ആദ്യമേ ഇഫ്, സം ഇഫ്, കൗണ്ട് ഇഫ്, ആവറേജ് ഇഫ്, ദെൻ ഇഫ്സ്, സം ഇഫ്സ്, കൗണ്ട് ഇഫ്സ്, ആവറേജ് ഇഫ്സ്. ഇത് ഒരു കണ്ടീഷനും അതുപോലെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസും വരുമ്പോൾ കണ്ടീഷണൽ ഫംഗ്ഷൻ. അതിന്റെ പേരിൽ തന്നെ ഉണ്ട് എന്ത്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അങ്ങനെ കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ. അതുകൊണ്ടാണ് കണ്ടീഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. നമ്മളിപ്പം ഇങ്ങനെ ഉം. ഫോർമുലാസ് അതിൻ്റെ ഒരു സിൻടാക്സ് ഓർത്തിരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇതിനകത്ത് ആ പ്ലഗിൻസും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ കോപ്പൈലറ്റോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ. ഫർദർ ആഡ് ചെയ്യാവുന്നതാണ്. അതുണ്ട് ഇപ്പൊ ഒരുപാടുണ്ട്. നമ്മളിപ്പോ എല്ലാം ഓർത്തിരിക്കണം എന്നില്ലല്ലോ. അല്ലെങ്കിൽ അതെ. നമ്മൾ എഴുതി വരുമ്പോഴേ നമുക്ക് ചിലതൊക്കെ എഴുതി കാണിക്കും. ഇപ്പൊ ഇങ്ങനെ വരുമ്പോഴേ അതെ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റ് ഇടുമ്പോഴേ എഴുതി കാണിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എയുടെ നമ്മുടെ കോപ്പൈലറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അതെ അതെ. എനിക്കൊന്ന് ആഡിൻസിൽ ആ ഉണ്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. സബ് ടോട്ടൽ. സബ് ടോട്ടൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അതായത് ക്വിക്ലി കാൽക്കുലേറ്റ് റോസ് ഓഫ് റിലേറ്റഡ് ഡേറ്റ ബൈ ഇൻസേർട്ടിങ് സബ് ടോട്ടൽ ആൻഡ് ടോട്ടൽ. സബ് ടോട്ടലും ടോട്ടലൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റഡ് ഡേറ്റയുടെ ആ ഒരു റോസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു ഡേറ്റയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് കൺസിഡർ ചെയ്തിട്ട് ആദ്യം നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണോ സബ് ടോട്ടൽ എടുക്കാൻ പോകുന്നത് ആ കോളം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കണം. ഞാൻ ജസ്റ്റ് ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് സെയിൽസ് ഓൺ എന്ന് പറയുന്ന കോളം ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോം ടാബിൽ വന്നിട്ട് നമ്മുടെ സോർട്ട് ആൻഡ് ഫിൽറ്ററിൽ വന്നിട്ട് എന്ത് കൊടുത്തു? സോർട്ട് എ ടു സെഡ് അസെൻഡിങ്. ഓൾറെഡി അത് അസെൻഡിങ് ഓർഡറിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഡിസെൻഡിങ് ആക്കണേ ഡിസെൻഡിങ് ആക്കാം. ഏതെങ്കിലും രീതിയിൽ ഓർഡർ ചെയ്തിരിക്കണം. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ഓർഡർ ചെയ്തിരിക്കണം. എങ്കിലേ അവിടെ സബ് ടോട്ടൽ എന്ന് പറയുന്ന വർക്ക് ആവുള്ളൂ. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു? സെയിൽസ് ഓണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞു എന്ത് വരണം? സോർട്ട് ചെയ്യണം. എ ടു സെഡ് സോർട്ട് ചെയ്യണം. എഗെയിൻ ഞാൻ നമ്മുടെ ഡേറ്റ ടാബിൽ വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നിട്ട് ജസ്റ്റ് സബ് ടോട്ടലിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ സെയിൽസ് സോൺ എന്നെ എടുത്തിട്ടുണ്ട്. അവിടെ സെയിൽസ് സോൺ എന്ന് പറയുന്ന കോളത്തിനെ എടുക്കാൻ കാരണം ഞാൻ സെയിൽസ് സോണിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സെയിൽസ് സോണിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ടാണ് സെയിൽസ് സോൺ ഇവിടെ സെലക്ട് ആയത്. അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണ്? ഏത് ഫംഗ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? സം ആണോ? സം മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ കൗണ്ട്, ആവറേജ്, മാക്സ്, മിൻ, പ്രൊഡക്റ്റ് അപ് ടു ഒരുപാട് ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ സം ഇട്ടിട്ടാണ് കാണിക്കുന്നത്. സം എടുക്കണം. ഏത് കോളത്തിന്റെ സം ആണ് എടുക്കേണ്ടത്? എനിക്ക് ആകെ ഇതിനകത്ത് ഒരു കോളമേ ഉള്ളൂ, ന്യൂമറിക്. അത് ടോട്ടൽ ആണ്. ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ സം എടുക്കണം. സെയിൽസ് സോണിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സബ് ടോട്ടൽ എടുക്കുന്നത്. ഓക്കെ. അപ്പം അറ്റ് ഈച്ച് ചേഞ്ച് ഇൻ സെയിൽസ് ഓൺ സം ആണ് ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ. ഇത് ഞാൻ അപ്ലൈ ചെയ്തു. ഇപ്പൊ നോക്കിക്കേ ചെറിയൊരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. സെയിൽസ് ഓൺ ഈസ്റ്റ് എന്ന് പറയുന്ന സെയിൽസ് ഓണിന്റെ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ ഈസ്റ്റിന്റെ മാത്രം ടോട്ടലാണ് ഇത്. നോർത്തിന്റെ മാത്രം ടോട്ടലാണ് ഇത്. സൗത്തിന്റെ ടോട്ടലാണ് ഇത്. വെസ്റ്റിന്റെ ടോട്ടലാണ് ഇത്.
ഗ്രാൻഡ് ടോട്ടൽ ആണ് അറ്റ് ദ എൻഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഫുൾ ഡീറ്റെയിൽ ആണ്. അതായത് സെയിൽസ് ഓൺ, ഓരോ സെയിൽസ് ഓൺ ബേസ് ചെയ്തിട്ട് ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന്റെ സമ്മും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടലും ഉണ്ട്. എനിക്കിപ്പോ ഇത്രയും വലിയ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണ്ട. പകരം എനിക്ക് ഓരോ സോണിന്റെയും ടോട്ടലും ഗ്രാൻഡ് ടോട്ടലും മാത്രം മതി. അവിടെ ആര് വർക്ക് ചെയ്തെന്നോ, അതിൽ ഏത് മോഡൽ നമ്പർ ആണോ, ഏത് കളർ ആണെന്നോ ഒന്നും എനിക്ക് വേണ്ട. ജസ്റ്റ് എനിക്ക് ഏത് സെയിൽസ് സോൺ, ഓരോ സെയിൽസ് സോണും കറസ്പോണ്ടിങ് ടോട്ടലും ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ ഇത് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് നോക്കിക്കേ, ഈ റോസിന്റെ ഇപ്പുറത്തേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ 1 2 3 എന്ന് കാണിക്കുന്നില്ലേ? 3 എന്ന് പറയുന്ന ഫുൾ ഡീറ്റെയിലിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് 3 എന്ന് പറയുന്നത് ഉള്ളത്. ഇനി ഈ ത്രീയിൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നതുകൊണ്ടാണ് അത് ഫുൾ ഡീറ്റെയിൽ കാണിക്കുന്നത്. ഞാൻ ഇവിടുത്തെ 2ൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നോക്കിക്കേ, ഈസ്റ്റ് എന്ന് പറയുന്ന സെയിൽസ് സോണിന്റെ ടോട്ടൽ ആണിത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് 2ലാണ് നിൽക്കുന്നത്. ഞാൻ ഇനി 1ൽ ക്ലിക്ക് ചെയ്താൽ ഗ്രാൻഡ് ടോട്ടൽ മാത്രമായിട്ട് കാണിക്കും. അഗെയിൻ ഞാൻ 2ൽ ക്ലിക്ക് ചെയ്താൽ ഓരോ സെയിൽസ് സോണിന്റെയും ടോട്ടൽ ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. അഗെയിൻ ഞാൻ 3ൽ ക്ലിക്ക് ചെയ്താൽ ആ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ടോട്ടൽ ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ കാണിക്കും. ഇതാണ് സബ് ടോട്ടൽ എന്ന് പറയുന്നത്. സബ് ടോട്ടൽ ചെയ്യണമെങ്കിൽ ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് ഈ പറയുന്ന ടോട്ടൽ ഒക്കെ കണ്ടുപിടിക്കേണ്ടത്, ആ കോളം അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് നിർത്തിയിരിക്കണം. അങ്ങനെ നിർത്തിയെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ആരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന സബ് ടോട്ടൽ എന്ന് പറയുന്ന അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഏതിനെ ബേസ് ചെയ്തിട്ടാണോ സോർട്ട് ചെയ്യേണ്ടത്, ആ കോളം സബ് ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്, അപ്പം ആ കോളത്തിന് നമ്മൾ എന്ത് ചെയ്ത് വെച്ചേക്കണം, സോർട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന സബ് ടോട്ടൽ എടുക്കുന്നത്. ഈ ഫുൾ ഡീറ്റെയിൽ ആണ് 3ൽ കിടക്കുന്നത്. 2ൽ ഇട്ടാല് ഓരോ സോണിന്റെയും ടോട്ടൽ ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ, 1ൽ ഇട്ടാണ് ഗ്രാൻഡ് ടോട്ടൽ മാത്രം. ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സബ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഇതൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതൊന്ന് ചെയ്ത് നോക്കാനാ പറഞ്ഞത്. കേക്കത്തില്ല? ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യമില്ലേ, അതൊന്ന് ചെയ്ത് നോക്കാൻ. സബ് ടോട്ടൽ. ഷുവർ. പ്രമോദ് കുമാറിന് കേൾക്കാലോ അല്ലേ? ഓക്കെ. പറഞ്ഞത് ഈ പറയുന്ന സബ് ടോട്ടൽ ചെയ്യാനാണ്. അപ്പൊ ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണോ നമുക്ക് ഈ ടോട്ടലൊക്കെ കണ്ടുപിടിക്കേണ്ടത്, ആ കോളത്തിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ആദ്യമേ തന്നെ അറേഞ്ച് ചെയ്ത് നിർത്തുക. അതിനുശേഷം വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാൻ. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അല്ല എങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്തെങ്കിൽ, ആ ഒരു സോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ സബ് ടോട്ടൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയേക്കണേ. അടുത്തതാണ് ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ലോജിക്കൽ ഫങ്ഷൻസിൽ വരുന്നതാണ് ആൻഡ് ഓർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പണ്ട് പഠിച്ചിട്ട് കാണും, മേ ബി പഠിച്ചിട്ട് കാണും, ആൻഡ് ഓർ എന്നൊക്കെ പറയുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെഫ്റ്റും റൈറ്റും കിടക്കുന്ന കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ എന്ന് തരുള്ളൂ. ഉം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ട്രൂത്ത് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിൽ ട്രൂ, എക്സ് എന്ന് പറയുന്ന കോളത്തിൽ ട്രൂ, വൈ എന്ന് പറയുന്ന കോളത്തിൽ ഫോൾസ്. എക്സ് ആൻഡ് വൈ, എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതിന്റെ ലെഫ്റ്റും റൈറ്റും കിടക്കുന്ന ട്രൂ ആണെങ്കിൽ ട്രൂ തരുള്ളൂ. ഇത്ര ഓർത്താൽ മതി. ഈ ആൻഡിന്റെ രണ്ട് സൈഡിലും, അതായത് മൊത്തം ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ തരുന്നതാണ് ആൻഡ് എന്ന് പറയുന്നത്. ഓർ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ടും ട്രൂ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ട്രൂ ആയിരിക്കണം എന്നുള്ളതാണ് ഓർ എന്ന് പറയുന്നത്. ഓർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രണ്ടും ട്രൂ ആണെങ്കിലും ട്രൂ കിട്ടും, ഓർ എവിടെങ്കിലും ട്രൂ വന്നാലും മതി. രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ അത് ഫോൾസിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പം ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന രണ്ട് കണ്ടീഷനും എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. ഇപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇഫിന്റെ ഉള്ളിൽ, ഇഫ് നമ്മൾ മുന്നേ പഠിച്ചതാണ്. എന്തിനു വേണ്ടി? കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്ത്. ഇഫ് ആൻഡിന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40, കോമ ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40, ഇത് രണ്ടും ആണെങ്കിൽ ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ, ഈ ഇഫിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഇത്. ഓക്കെ. ആ കണ്ടീഷൻ ഞാൻ ആൻഡ് ഉപയോഗിച്ച് കൊടുത്തുന്നേ ഉള്ളൂ. ആൻഡ് ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40യും അതുപോലെ ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40. അപ്പൊ രണ്ടും ട്രൂ ആയിരിക്കണം. മീൻസ് രണ്ടും ഗ്രേറ്റർ ദാൻ 40 ആയിരിക്കണം. ആണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ഫെയിൽ. ഇവിടെ നമുക്ക് രണ്ടും ഗ്രേറ്റർ ദാൻ 40 ആയതുകൊണ്ട് എന്ത് വരും? പാസ് എന്ന് വരും. എന്നാൽ ഇവിടെ ആദ്യത്തെ സെല്ലിൽ ഇരിക്കുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 40 ആണ്. എന്നാൽ രണ്ടാമത്തെ സെല്ലിൽ ഇരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 40 അല്ല. അപ്പൊ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ആര് മാത്രം? ഈ സെല്ല് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല. അതുകൊണ്ടാണ് അവിടെ ഫെയിൽ വന്നത്. അടുത്ത സെല്ല് നോക്കുവാണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ഇതും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് അവിടെ എന്ത് വന്നു? പാസ് എന്ന് പറഞ്ഞു വന്നു. ഇപ്പൊ ഇഫിന്റെ ഉള്ളിൽ ഞാൻ എന്താ കൊടുത്തത്? ഇഫ് എന്നാണല്ലോ കണ്ടീഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇഫിന്റെ ഉള്ളിൽ ആൻഡ് ഇട്ടിട്ട് ഞാൻ ഒരൊറ്റയടിക്ക് കണ്ടീഷൻ കൊടുത്തു. ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40, കോമ ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ കോമ ഇട്ടിട്ട് എന്ത് പറഞ്ഞു? ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തെങ്കിലേ ആൻഡ് ട്രൂ തരുള്ളൂ. ആൻഡ് എന്ന് പറയുന്ന കാര്യം ട്രൂ തരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഇതാണെന്ന് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ടും ട്രൂ ആയിരിക്കണം. അപ്പൊ അവിടെ നോക്കിക്കേ, ഇതും ട്രൂ ആണ്, ഇതും ട്രൂ ആണ്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ടാണ് പാസ് എന്ന് വന്നത്. അല്ലെങ്കിൽ ഫെയിൽ എന്നേ വരുള്ളൂ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ നമ്മുടെ ആ ഒരു സെൽ റെഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇഫ് ആൻഡ് ഫസ്റ്റ് സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണോ, കോമ സെക്കൻഡ് സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 40 ആണോ, ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ഫെയിൽ. അപ്പൊ ആദ്യത്തത് ഓക്കെ, പക്ഷെ രണ്ടാമത്തത് ഓക്കെ ആയില്ല. അതുകൊണ്ടാണ് അവിടെ എന്തെന്ന് വന്നത്? ഫെയിൽ എന്ന് വന്നത്. ഇനി ഇതിന്റെ വേറൊരു ഇതാണ് ഓർ. ഓർ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെങ്കിലും ട്രൂ വന്നാൽ മതി. അപ്പം ഈക്വൽ ടു ഇഫ് ഓഫ് ഓറിന്റെ ഉള്ളിൽ ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 80, കോമ ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ. ജസ്റ്റ് ലോജിക്കലി ഇൻകറക്റ്റ് ഒക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഈ രണ്ട് സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നോട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. ഓക്കെ. ആ ഒരു ഇത് കാണിക്കുന്നത്. നമുക്കറിയാം ഒരു സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 80 ആണ്, അടുത്ത സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 80 അല്ല. പക്ഷെ ഓർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലും മതി. അപ്പൊ ആദ്യത്തെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അവിടെ എന്ത് കിട്ടി? ഡിസ്റ്റ് എന്ന് കിട്ടി. എന്നാൽ അടുത്തത് നോക്കിക്കേ, ഇത് ഗ്രേറ്റർ ദാൻ 80 അല്ല, ഇതും ഗ്രേറ്റർ ദാൻ 80 അല്ല, അതുകൊണ്ട് നോട്ട്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 80 അല്ല, പക്ഷെ ഇത് ഗ്രേറ്റർ ദാൻ 80 ആണ്. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇത് വന്നത്. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷെ ആൻഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ആ ഒരു വാല്യൂ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇതാണ് ആൻഡ് ഓർ എന്ന് പറയുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ ബോത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുള്ളൂ.
ഇവിടെ ട്രൂ എന്നല്ല, ഞാൻ കണ്ടീഷൻ ഇഫ് വെച്ചിട്ടും കൂടെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. സോ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിടത്ത് പാസ്, അല്ലാത്തടത്ത് ഫെയിൽ വന്നു. ഓറിന്റെ അവിടെ ഞാൻ കൊടുത്തത് സെയിം ഇതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താലും മതി എന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ടിടത്ത് ലിസ്റ്റ് എന്ന് വന്നത്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണ് നോട്ട് എന്ന് വന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. Question. What if you have to put additional condition? So example, 35% and above pass, 60% and above first class, 75% and above distinction. അതിന് ഇഫ്സ് യൂസ് ചെയ്താൽ മതി. ഇഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ കൊടുക്കാനാണ്. ഇഫ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എടുത്തു കണ്ടീഷണൽ ഫംഗ്ഷനിൽ. അതെന്തിനാണ്? ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് കൊടുക്കാനാണ്. Okay. ഈ ഫങ്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇത് കണ്ടീഷൻസ് എങ്ങനെയാണ് ഇത് വർക്കിംഗ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള, അതായത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള എക്സാമ്പിൾ ഇട്ട് ചെയ്ത് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഡേറ്റയിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടീഷണൽ ഫങ്ഷൻസ് കണ്ടു, ലോജിക്കൽ ഫങ്ഷൻസ് കണ്ടു. ലോജിക്കൽ ഫങ്ഷൻസ് നമ്മൾ മെയിനായിട്ടും ഈ കണ്ടീഷണൽ ഫങ്ഷൻസിന്റെ കൂടെ ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. അവിടെ നമുക്ക് ഇഫോ ഇഫ്സോ ഏത് വേണേലും ഇടാവുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് ടെക്സ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഡേറ്റിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ടെക്സ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ പേർക്ക് ഇതിൽ പലതും അറിയാതിരിക്കാം. അപ്പർ, പ്രോപ്പർ, ലോവർ, ലെഫ്റ്റ്, റൈറ്റ്, മിഡ്, ട്രിം, കോൺകാറ്റലൈൻ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ അതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ആദ്യമേ നമ്മൾ നോക്കുന്നത് അപ്പർ കേസിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് കൊടുത്തു ഈക്വൽ ടു പെർ ഓഫ്, എന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കണം. ഇത് കണ്ടോ, ഇത് ലോവർ കേസിലാണ് ഇരിക്കുന്നത്, ഹലോ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അപ്പർ കേസിലേക്ക് ആക്കാൻ പോവാണ്. സോ ഈക്വൽ ടു അപ്പർ ഓഫ് ആ സെല്ല്, എൻറർ കൊടുത്തു, അപ്പർ കേസിലേക്ക് മാറി. ഇനി നമുക്കൊരു എന്തിനേലും ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലോ ഈക്വൽ ടു ലോവർ ഓഫ്, ഇത് അപ്പർ കേസിൽ ഇരിക്കുന്നതിനെയാണ്, അതിനെ ഞാൻ ലോവർ കേസിലേക്ക് മാറ്റി ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. ഇനി ഈക്വൽ ടു പ്രോപ്പർ ഓഫ്, പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആക്കും, ബാക്കി സ്മോൾ ആകും. ഹലോ വേൾഡിലെ H ക്യാപിറ്റലായി, ബാക്കി സ്മോൾ. വേൾഡിലെ W ക്യാപിറ്റലായി, ബാക്കി സ്മോൾ. അതാണ് പ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പം അപ്പർ, ലോവർ, പ്രോപ്പർ. അപ്പർ എന്ന് പറയുന്ന അപ്പർ കേസിലേക്ക് മാറ്റാൻ, ലോവർ എന്ന് പറയുന്ന ലോവർ കേസിലേക്ക് മാറ്റാൻ, പ്രോപ്പർ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ വേർഡിന്റെയും ആദ്യത്തെ ലെറ്ററിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റിൽ നിന്നും മീൻസ് സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോ പറയുന്നു ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഇതിലെ ഫസ്റ്റ് ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ഞാൻ പറയുന്നു ഒരു 3 ക്യാരക്ടർ, തുടക്കത്തുനിന്ന് 3 ക്യാരക്ടറിനെ എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 3 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? HEL അല്ലെ? HEL ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, അവിടെ എത്ര എണ്ണം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഞാനിപ്പം 3 പറഞ്ഞത്. സോ എന്ത് കിട്ടും? HEL എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എൻഡിൽ നിന്നും ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ എടുക്കാൻ. സെയിം ഞാൻ അത് കൊടുത്തു. എൻഡിൽ നിന്ന് 4 എണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ എൻഡിൽ നിന്ന് 4 എന്ന് പറയുമ്പോൾ ആര് കിട്ടും? ORLD എന്ന് കിട്ടും. കാരണം എൻഡിൽ നിന്നും 4 എണ്ണമാണ്.
എത്ര എണ്ണം വേണേലും പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ എടുക്കാൻ, റൈറ്റ് എന്ന് പറഞ്ഞാൽ എൻഡിൽ നിന്ന് ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ എടുക്കാൻ മീൻസ്. ഇനി മിഡിൽ നിന്നും എടുക്കാൻ. മിഡിന്റെ ഉള്ളിൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഏത് ടെക്സ്റ്റ്? ഈ ടെക്സ്റ്റ്. സ്റ്റാർട്ടിംഗ് നമ്പർ എവിടെ തുടങ്ങണം എന്ന് പറയുമ്പോൾ ഞാനിപ്പം എനിക്ക് വേണ്ടത് WOR ആണെങ്കിൽ ഹലോ എന്ന് പറയുമ്പം സ്പേസ് 6 7, ഞാൻ ജസ്റ്റ് 7 എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്നും ഒരു 2 ക്യാരക്ടേഴ്സിനെ എടുത്താൽ മതി. 7 എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ക്യാരക്ടേഴ്സിനെ എടുക്കണം. അപ്പം ഇവിടെ നമുക്ക് വരുന്ന WO, കാരണം HELLO എന്ന് പറയുമ്പം 5 ആയി. ദെൻ അത് ഈ ഹലോയ്ക്കും വേൾഡിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അത് 6 എന്ന് എടുക്കും. W എന്ന് പറയുന്നത് 7ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ദെൻ എന്താണ് 7ാമത്തെ പൊസിഷനിൽ നിന്ന് 2 ക്യാരക്ടേഴ്സ്, അപ്പൊ 7ാമത്തതും കിട്ടും 8ാമത്തതും കിട്ടും. സ്റ്റാർട്ടിംഗ് നമ്പർ ദെൻ നമ്പർ ഓഫ് ക്യാരക്ടർ, എവിടെ തുടങ്ങി എത്ര ക്യാരക്ടേഴ്സിനെ എടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് മിഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ഈക്വൽ ടു മിഡ് ഓഫ്. ഞാൻ പറയുന്നു ഏത് ടെക്സ്റ്റ് എന്നുള്ളത് ഇത് കൊടുത്തു. 2ാമത്തെ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യണം, 3 ക്യാരക്ടേഴ്സിനെ എടുക്കണം എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 2ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആണ്. 3 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇയും എല്ലും ആണ് അവിടുന്ന് ഔട്ട്പുട്ടിൽ കിട്ടുക. കാരണം ഇവിടെ തുടങ്ങി ഏത് പൊസിഷനിൽ തുടങ്ങി എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ എടുക്കണം എന്നാണ് നമ്മളവിടെ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അതാണ് മിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ട്രിം. ട്രിം എന്ന് പറഞ്ഞാൽ ലീഡിങ് വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ട്രിം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം 2 വേർഡ്സിനിടയിൽ വരുന്നത് ഒരു ടാബ് സ്പേസ് ആണ്. ഇത് കൂടുതൽ വന്നാൽ അതെന്താണ്? അല്ലാതെ ലീഡിങ് ആയിട്ട് വരുന്ന വൈറ്റ് സ്പേസ് ആണ്. ഐ ആം എ ടീച്ചർ. ഐക്ക് മുന്നേ കുറച്ച് സ്പേസ് ഉണ്ട്, എയ്ക്കും ടീച്ചറിനും ഇടയിൽ നല്ല തോതിൽ സ്പേസ് ഉണ്ട് അല്ലെ? അതിനെ എനിക്ക് റിമൂവ് ചെയ്യണം. ഈ എയ്ക്കും ടീച്ചറിനും ഇടയിലുള്ളതും ഐക്ക് മുന്നേ ഉള്ളതും റിമൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അവിടെയാണ് നമ്മുടെ ട്രിമ്മിന്റെ വർക്കിംഗ്. അപ്പൊ അവിടെ ട്രിം അപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇപ്പൊ നോക്കിക്കേ, ഐ എന്ന് പറയുന്ന കറക്റ്റ് ആ ഒരു ബോർഡറിലേക്ക് ചേർന്നാണ് നിൽക്കുന്നത്. പ്രോപ്പർ നമ്മൾ എഴുതുന്ന പോലെ തന്നെ എയും ടീച്ചറും തമ്മിൽ കണ്ടോ ഒരു ടാബ് സ്പേസേ ഉള്ളൂ. അവിടെ ആ വന്നിരുന്ന ആ ലീഡിങ് വൈറ്റ് സ്പേസ് എന്ത് ചെയ്ത് കളഞ്ഞു? റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനാണ് ആരെ യൂസ് ചെയ്യുന്നത്? എൽ ട്രിം യൂസ് ചെയ്യുന്നത്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ പറയുന്ന വൈറ്റ് സ്പേസ് വരുമ്പോൾ നോർമലി അതിനറിയാം 2 വേർഡ്സിനിടയിൽ ഒരു ടാബ് സ്പേസേ വരൂ എന്നറിയാം. അപ്പൊ അതിൽ കൂടുതൽ വരുന്ന സ്പേസുകളെ എന്താക്കി കളയും? റിമൂവ് ചെയ്ത് കളയും. നെക്സ്റ്റ് ആണ് കോൺകാറ്റിനേറ്റോ. ചിലതിൽ കോൺകാറ്റിനേറ്റ് വർക്കാകും, ചിലതിൽ കോൺകാറ്റ് വർക്കാകും. മീൻസ് കമ്പൈൻ ചെയ്യുക എന്നാണ്. കോൺകാറ്റ് മീൻസ് കമ്പൈൻ ചെയ്യുക എന്നാണ്. എനിക്കിപ്പോ ഈ ഹലോയെയും അതുപോലെ തന്നെ ഈ വേൾഡ് എന്ന് പറയുന്നതിനെ, ഈ ഹലോയെയും വേൾഡിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റയടിക്ക് എഴുതണം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഈക്വൽ ടു കോൺകാറ്റ് ഓഫ് ഇത് ദെൻ കോമ ഇത്, എൻ്റർ കൊടുത്തു. ഹലോ വേൾഡ് എന്നവിടെ വന്നു. ഇവിടെ ഞാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ഇവർക്കിടയിൽ ഈ സ്പേസ് വരാൻ റീസൺ ചോദിച്ചാൽ ഹലോ എഴുതിയിട്ട് ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിരുന്നു. കാരണം അത് അവിടെ വരാൻ വേണ്ടിയാണ്. ഹലോ എഴുതിയിട്ട് ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിരുന്നു. ഇപ്പൊ ഞാൻ ആ ഒരു സെല്ല് സെലക്ട് ചെയ്തപ്പം എന്റെ കഴ്സർ നിൽക്കുന്ന നോക്കിക്കേ, ഓ കഴിഞ്ഞിട്ട് ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടാണ് അത് നിൽക്കുന്നത്. കാരണം എന്താ? അവിടെ ഞാൻ ഓൾറെഡി കൊടുത്തിരുന്നു. ഇൻ കേസ് അത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, കണ്ടോ ഇതിപ്പോ ഞാൻ ബാക്ക് സ്പേസ് അടിച്ച് ആ സ്പേസ് കളഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിക്കേ അടുപ്പിച്ചു വന്നു. എഗെയിൻ ഞാൻ പോയിട്ട് എന്ത് കൊടുക്കുന്നു? ആ ഒരു സ്പേസ് കൊടുക്കുന്നു, അതവിടെ വന്നു. അതുകൊണ്ടാണ് അതവിടെ റിഫ്ലക്റ്റ് ആയത്. അപ്പൊ കോൺകാറ്റ് എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ്. കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പേസ് വരും, അല്ലെങ്കിൽ രണ്ടും കൂടെ അടുപ്പിച്ചു വരും. ഇനി അടുത്തതാണ് ലെൻ എന്ന് പറയുന്നത്. ലെൻ എന്ന് പറഞ്ഞാൽ ലെന്ത് ചെക്ക് ചെയ്യുക. ലെന്ത് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോ ഹലോടെ കൊടുത്തു. ഹലോ എന്ന് പറയുന്ന വേർഡില് എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്? HELLO നമുക്കറിയാം 5 ക്യാരക്ടേഴ്സ് എന്നറിയാം. അപ്പം എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്? ഇപ്പൊ ഹലോ വേൾഡ് ഒക്കെ ആണെങ്കിൽ ഇൻക്ലൂഡിങ് സ്പേസ് ആണ് എടുക്കുന്നത്. സ്പേസ് ഒക്കെ അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ഹലോ വേൾഡിനെ കൊടുത്തു. അപ്പം ഹലോ എന്ന് പറയുമ്പോൾ 5, വേൾഡ് എന്ന് പറയുമ്പോഴും 5, ഇൻക്ലൂഡിങ് സ്പേസ് 5 5 10 11 എന്ന് വരും. ഓക്കെ, അവിടെ സ്പേസ് 2 വേർഡ്സിനിടയിലുള്ള സ്പേസ് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് 11 എന്ന് വന്നത്. അപ്പൊ ലെൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇൻക്ലൂഡിങ്
സ്പേസ്, എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ആണ് വരുന്നത്: അപ്പർ, പ്രോപ്പർ, ലോവർ, ലെഫ്റ്റ്, റൈറ്റ്, മിഡ്, ട്രിം, കോൺകാറ്റ് ആൻഡ് ലെൻ. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ഫങ്ഷൻസ് നമുക്ക് കൂടുതലും യൂസ്ഫുൾ ആകുന്ന ഫങ്ഷൻസ് ആണ്. അതൊന്ന് ചെയ്തു നോക്കും. ഇനി നമുക്ക് അടുത്ത കുറച്ച് ഫങ്ഷൻസ് നോക്കാം. അതാണ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡേറ്റും ടൈമും ബേസ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആണ് അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തേതാണ് ടുഡേ എന്ന് പറയുന്ന ഫങ്ഷൻ. ഈക്വൽ ടു ടുഡേ ഓഫ്, ഈക്വൽ ടു ടുഡേ ഓഫ് എന്ന് കൊടുത്താൽ ഇന്നത്തെ ഡേറ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഈക്വൽ ടു ടുഡേ ഓഫ് എന്ന് കൊടുക്കുമ്പോൾ കറണ്ട് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ആയ 16/10/2025 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ടുഡേ ഓഫ് എന്ന് വിളിക്കുമ്പോൾ കറണ്ട് ഡേറ്റ് ആണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തതാണ് ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. എനിക്കിപ്പം 2025 10/16 ഇങ്ങനെ ഞാൻ ഓരോ കോളത്തിലായിട്ടാണ് എൻ്റെ വാല്യൂ ഇരിക്കുന്നത്. ഇയർ, മന്ത്, ഡേ എന്നുള്ള രീതിയിൽ ഓരോ കോളത്തിലായിട്ടാണ് എൻ്റെ വാല്യൂസ് ഇരിക്കുന്നത്. ഇതിനെ എനിക്ക് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ, ഈക്വൽ ടു ഡേറ്റ് ഓഫ്, ആദ്യമേ ഇയർ ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ് കൊടുത്തു, മന്ത് ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ് അടുത്ത് നമ്മൾ കൊടുക്കേണ്ട മന്തിന്റെ ആണ്. സോ മന്ത് ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ് കോമ ഇട്ടിട്ട് അടുത്തത് ഡേ ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ്, കോമ ഇടണം, മറക്കരുത്. ഇവിടെ എന്താ കൊടുത്തത്? ഈക്വൽ ടു ഡേറ്റ് ഓഫ്, ഇയർ ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ് കോമ, മന്ത് ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ് കോമ,
ഡേ ഇരിക്കുന്ന സെല്ലിന്റെ റെഫറൻസ് ഇപ്പൊ എന്തിലേക്ക് മാറ്റും? പ്രോപ്പർ ഡേറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ ഇയർ, മന്ത്, ഡേ ആ ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. ഈ പറയുന്ന ഇയറും മന്തും ഡേ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് കോളംസിലാണെങ്കിൽ ഈക്വൽ ടു ഡേറ്റ് ഓഫ്, അതിവിടെ വേണമെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ വന്നിട്ട് ഈക്വൽ ടു ഡേറ്റ് ഓഫ് ഇയർ, മന്ത്, ഡേ കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് ഡേറ്റ് ഫോർമാറ്റിലേക്ക് ചേഞ്ച് തരും. ഇനി എനിക്ക് ഈ ഡേറ്റിൽ നിന്നും ഇയർ എക്സ്ട്രാക്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ എന്ത് കൊടുക്കണം? ഈക്വൽ ടു, ഇയർ മാത്രം മതി, ഈക്വൽ ടു ഇയർ ഓഫ്, എന്നിട്ട് ഞാൻ ഈ ഡേറ്റ് പാസ് ചെയ്തു. അപ്പൊ അതിനകത്ത് നിന്ന് ആരെ മാത്രമായിട്ട് എടുക്കും? ഇയർ മാത്രം. ഇയർ ആരാ? 2025 എന്ന് കിട്ടും. പോട്ടെ, എനിക്ക് മന്ത് ആണ് കിട്ടേണ്ടതെങ്കിൽ ഞാൻ എന്ത് കൊടുക്കുക? ഈക്വൽ ടു മന്ത് ഓഫ് ആ ഒരു ഡേറ്റിന്റെ റെഫറൻസ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മന്തായ 10 എന്ന് കിട്ടും. ഇനി എനിക്ക് ഡേ ആണ് വേണ്ടതെങ്കിൽ എന്ത് കൊടുക്കുക? ഈക്വൽ ടു ഡേ ഓഫ് ഈ പറയുന്ന ഡേറ്റ് പാസ് ചെയ്യുക, 16 എന്ന് കിട്ടും. അപ്പം ഇയർ, മന്ത്, ഡേ, ഇയർ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു ഇയർ ഓഫ് ആ ഒരു ഡേറ്റിന്റെ റെഫറൻസ് കൊടുക്കുക. മന്ത് ആണെങ്കിൽ ഈക്വൽ ടു മന്ത് ഓഫ് ഡേറ്റ് കൊടുക്കുക. അടുത്തത് ഡേ ആണെങ്കിൽ ഈക്വൽ ടു ഡേ ഓഫ് അടുത്തത് കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഇന്ന്. ഓക്കെ, ഇന്നത്തെ ഡേറ്റ് ഇവിടെ ഉണ്ട്. ഈ ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അതായത് ഞാൻ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇ ഓഫ് മന്ത്, എൻഡ് ഓഫ് മന്ത് എന്നുള്ള ഫംഗ്ഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈക്വൽ ടു ഇ ഓ മന്ത് ഓഫ് എൻഡ് ഓഫ് മന്ത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/10/2025 എന്ന് കൊടുത്തു. എൻഡിങ് എത്ര മന്ത്, അത് കഴിഞ്ഞിട്ട് എത്ര മാസത്തിന് ശേഷം. ഞാൻ പറയുന്നു 2 മാസം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 16/10 ഇന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് 2 എന്ന് പറയുമ്പോൾ അടുത്ത് വരുന്ന ഏതാണ്? 16/11, 16/12 എന്ന് വിചാരിക്കരുത്. അറ്റ് ദ എൻഡ് ആണ്, ആ മന്തിന്റെ എൻഡ് ആണ്. സെക്കൻഡ് മന്ത്, രണ്ടാമതായിട്ട് വരുന്ന മന്തിന്റെ എൻഡ് ഓഫ് മന്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ ഡേറ്റ് ഫോർമാറ്റിൽ കണ്ടോ കിട്ടിയിട്ടില്ല. ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോം ടാബില് നമ്പർ എന്ന് പറയുന്ന ഗ്രൂപ്പില് ജനറൽ വന്നിട്ട് ഷോർട്ട് ഡേറ്റ് ആക്കുക. ഇവിടെ എന്താ വന്നേക്കുന്നത്? 31/12/2025 എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതായത് 16/10/2025 ആണ് ഞാൻ സ്റ്റാർട്ടിങ് കൊടുത്തത്. ഇത് കഴിഞ്ഞു വരുന്ന രണ്ടാമത്തെ മാസം എന്ന് പറയുമ്പോൾ ആരാ? ഇപ്പൊ 10ാം മാസമാണെങ്കിൽ അടുത്ത 11/12. ആ 12ാം മാസത്തിന്റെ എൻഡ് എന്ന് പറയുന്നത് ഏത് ഡേയാ? 31/12/2025 ആണ്. അതുകൊണ്ടാണ് അത് നമുക്ക് കിട്ടിയത്. ഓക്കെ, എൻഡ് ഓഫ് മന്ത് ഈ ഡേറ്റ് കഴിഞ്ഞ് വരുന്ന, അതായത് ഞാൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്തു, ദെൻ അതിനുശേഷം വരുന്ന എത്രാമത്തെ മാസം? രണ്ടാമത്തെ. 16/10 10ാം മാസമാണ് ഇത്. ദെൻ 11/12. അപ്പൊ 11/12 എന്ന് പറയുന്ന മാസത്തിന്റെ എൻഡ് ആണ്. എൻഡ് എന്ന് പറഞ്ഞാൽ ആര് വരും? 31/12. അത് എടുത്തു പറയാൻ കാരണം നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ 16/10, അടുത്തത് വരുമ്പം 16/11, 16/12 അങ്ങനെ എടുക്കരുത്. അത് വേറൊരു ഫംഗ്ഷൻ ആണ്. ഇത് എൻഡ് ഓഫ് മന്ത് ആണ് വരുന്നത്. ഇനി ഇപ്പൊ പറഞ്ഞ ആ സാധനമാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഡേറ്റ്. 16/10 ഞാൻ കൊടുത്തു. ഇതിനു ശേഷം വരുന്ന 2 മാസത്തിന് ശേഷം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/10/2025, ദെൻ 2 മന്തിന് ശേഷം കറക്റ്റ് ആയിട്ട് എടുക്കും. 16/10 കഴിഞ്ഞാൽ 16/11, 16/12. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ഡേറ്റിൽ കിട്ടിയിട്ടില്ല. സോ എന്തിലേക്ക് മാറ്റണം? ഷോർട്ട് ഡേറ്റിലേക്ക് മാറ്റുക. അപ്പൊ നോക്കിക്കേ, 16/12 അതാണ് ഈ ഡേറ്റ്, കറക്റ്റ് എൻഡ് ഡേറ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. പക്ഷെ മറ്റേത് എൻഡ് ഓഫ് മന്ത് ആണ്, മന്തിന്റെ അവസാനമാണ് എടുക്കുന്നത്. ഇത് ഡേറ്റ്, എൻഡ് ഓഫ് ഡേറ്റ് ആണ് എടുക്കുന്നത്, എൻഡ് ഡേറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു ടൈം ഓഫ് അവർ, മിനിറ്റ്, സെക്കൻഡ്. ഇപ്പൊ ഞാനിപ്പം അവർ കൊടുക്കുവാണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി നമുക്ക് പറയാം എക്സെല് 1 to, അതായത് 24 ആ ഒരു രീതിയിലാണ് വരുന്നത്. രാവിലത്തെ കിട്ടണമെങ്കിൽ 1 to എന്നുള്ള രീതിയിലും, ഉച്ച കഴിഞ്ഞത്തെ ആണെങ്കിൽ ഇപ്പം 1 മണിക്ക് 13, ദെൻ 14 അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. സോ ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് 22 മണിക്കൂർ 30 മിനിറ്റ് ദെൻ 5 സെക്കൻഡ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തു, എൻ്റർ കൊടുത്തു. കണ്ടോ, ശരിക്കും ഞാൻ ഉദ്ദേശിച്ച ആരെയാ? നൈറ്റ് 10:30 ആണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? സെയിം അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ എന്ത് കൊടുത്തത്? 22 എന്ന് പറയുന്നത് മണിക്കൂറിനെ കാണിക്കാൻ,
30 എന്ന് പറയുന്ന മിനിറ്റിനെ കാണിക്കാൻ 5 എന്ന് പറയുന്ന സെക്കൻഡിനെ കാണിക്കാനാണ് ഞാൻ കൊടുത്തത്. പക്ഷെ ഇവിടെ സെക്കൻഡ് വന്നിട്ടില്ല. അത് വരണമെങ്കിൽ ജസ്റ്റ് ഈ നമ്പർ ഫോർമാറ്റിംഗ്, ഈ നമ്പേഴ്സ് എന്നുള്ളല്ലേ ഹോം ടാബിൽ നമ്പർ ഫോർമാറ്റിംഗിൽ വരിക, ടൈമിൽ വരിക, ദേ അവർ മിനിറ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ അവർ മിനിറ്റ് സെക്കൻഡ് ഇത്, എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അപ്പൊ നോക്കിക്കേ, ഞാൻ കൊടുത്ത 10 അത് 22 എന്നുള്ളത് 10ലേക്ക് മാറ്റി, then 30 minute 5 seconds PM എന്ന് എടുക്കുകയും ചെയ്തു. പിന്നെ ജസ്റ്റ് നമ്മുടെ ഈ നമ്പർ ഫോർമാറ്റിംഗിൽ ടൈമിൽ വന്നിട്ട് എന്താക്കിയാൽ മതി, ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മതി, അപ്പൊ കിട്ടും. സോ ഇത്രേ ഉള്ളൂ. ഈക്വൽ ടു ടൈം രാവിലത്തെ കിട്ടണമെങ്കിൽ ഈക്വൽ ടു ടൈം ഓഫ്, ഞാൻ പറഞ്ഞു രാവിലെ 6:30 ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അല്ലെങ്കിൽ 6:25 പിന്നെ ഒരു എന്താ 10 സെക്കൻഡ്സ് എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. 6:25 AM എന്ന് കിട്ടി. ഇനി ആ സെക്കൻഡ്സ് കൂടെ കാണുന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഇവിടെ വന്നിട്ട് നമ്പർ ഫോർമാറ്റിംഗിൽ വരിക, ടൈമിൽ വരിക, അവർ മിനിറ്റ് സെക്കൻഡ് എന്നുള്ളത് എടുക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, 6:25 10 എന്ന് പറയുന്ന സെക്കൻഡ്സ്, ദെൻ AM എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഈ ഡേറ്റിൽ അല്ലെ ഈ ടൈമിൽ നിന്നും എനിക്ക് എന്താണ് അവർ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു അവർ ഓഫ് ഈക്വൽ ടു അവർ ഓഫ് ഈ ഒരു ടൈം ഞാൻ പോസ് ചെയ്തു. ഈ ടൈമിൽ നിന്ന് ആരെ മാത്രം എടുക്കുക, അവർ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുക. 6 എന്ന് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് മിനിറ്റ് ആണെങ്കിലോ ഈക്വൽ ടു മിനിറ്റ് ഓഫ്, ഞാൻ ഈ ടൈം പാസ് ചെയ്തു, അതിനകത്ത് മിനിറ്റ് എത്രയാ 25 മിനിറ്റ്, സോ അത് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് സെക്കൻഡ്സ് ആണെങ്കിലോ ഈക്വൽ ടു സെക്കൻഡ് ഓഫ് ഈ ഒരു ടൈം ഞാൻ പാസ് ചെയ്തു 10 സെക്കൻഡ്സ്. ഇനി ഇതൊന്നുമല്ല, ഇപ്പോഴത്തെ ഡേറ്റും ടൈമും എനിക്ക് കിട്ടണം എന്ന് വിചാരിക്കുക. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കിട്ടണമെങ്കിൽ ഈക്വൽ ടു നൗ ഓഫ് എന്ന് പാസ് ചെയ്താൽ മതി. ഇപ്പോഴത്തെ ഡേറ്റും കിട്ടും, ഇപ്പോഴത്തെ ടൈമും കിട്ടും. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കിട്ടണമെങ്കിൽ നൗ ഓഫ്, കറണ്ട് ഡേറ്റ് മാത്രം മതിയെങ്കിൽ ടുഡേ ഓഫ്, ദെൻ ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇയറും മന്തും ഡേ ഒക്കെ പല കോളത്തിലായിട്ട് കിടക്കുവാണ്. അതിനെ പ്രോപ്പർ ഡേറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ ഇയറിന്റെ സെൽ റെഫറൻസ്, മന്തിന്റെ സെൽ റെഫറൻസ്, ഡേയുടെ സെൽ റെഫറൻസ് പാസ് ചെയ്യുക. അടുത്തത് ആ ഒരു പർട്ടിക്കുലർ ഒരു ഡേറ്റിൽ നിന്നും ഇയർ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു ഇയർ ഓഫ് എന്ത് പാസ് ചെയ്യുക, ആ ഒരു ഡേറ്റിന്റെ റെഫറൻസ് കൊടുക്കുക. മന്ത് ആണെങ്കിൽ മന്ത് ഓഫ്, ഡേ ആണെങ്കിൽ ഡേ ഓഫ്, എൻഡ് ഓഫ് മന്ത് ഞാനൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് 2 മാസത്തിന് ശേഷം എന്നുള്ള രീതിയിൽ കൊടുത്തെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന 2-ാം മാസത്തിന്റെ എൻഡ് ഡേ ആണ് നമുക്ക് കിട്ടുക. ഈ ഡേറ്റ് എൻഡ് ഡേറ്റ് ആണ്. പർട്ടിക്കുലർ നമ്മളിപ്പോ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് കഴിഞ്ഞ് വരുന്ന 2 മാസത്തിന് ശേഷം, ഇപ്പൊ ഇന്ന് 16/10 ആണെങ്കിൽ അടുത്തത് 16/11, 16/12 കറക്റ്റ് എൻഡ് ഡേറ്റ് ആണ് കിട്ടുന്നത്. നെറ്റ്വർക്ക് ഡേയ്സ് ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയി. നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈക്വൽ ടു നെറ്റ്വർക്ക് ഡേയ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഞാൻ 16/10 എന്നുള്ള അതാണ് കൊടുത്തത്. 16/10/2025 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻഡ് ഡേറ്റ് ആയിട്ട് എന്റെ ഡേറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, നമുക്ക് എന്റെ ഡേറ്റും സ്റ്റാർട്ടിംഗ് ഡേറ്റും ഇവിടെ എഴുതി വെക്കാം. 16/10/2025 സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഓക്കെ, ഈ മന്തോ ഏതെങ്കിലും നമുക്ക് പാസ് ചെയ്യാം. എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതും കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്നു ഈക്വൽ ടു നെറ്റ് വർക്ക് ഡേയ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എൻഡിങ് ഡേറ്റ്, ഇത് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഹോളിഡേ ഞാനിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും കൊടുത്തു. ഇവിടെ സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡഡ് അല്ല. നോർമൽ വർക്കിംഗ് ഡേയ്സ് തിങ്കൾ ടു ഫ്രൈഡേ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എത്ര വർക്കിംഗ് ഡേയ്സ് ആണ്, 16/10 തുടങ്ങി 30/10 വരെയാണ് എടുക്കുന്നത്. എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ട്, 11 വർക്കിംഗ് ഡേയ്സ് ആണ് ഇനി വരുന്നത്. ഇനി ഇതിൽ തന്നെ ഞാൻ പറയുന്നു ഹോളിഡേ കൊടുക്കാൻ പോവാണ്. ഹോളിഡേ എന്ന് പറയുമ്പോൾ വരുന്ന മൺഡേ 20-ാമത്തെ ഒരു ഹോളിഡേ ആണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുവാണ്. സോ 20/10/2025 ഒരു ഹോളിഡേ ആണ്. കാരണം ദീപാവലി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് കൊടുക്കുന്നതേ ഉള്ളൂ. ഈക്വൽ ടു നെറ്റ്വർക്ക് ഡേയ്സോ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/10, എൻഡിങ് ഡേറ്റ് 30/10,
ഒരു ഹോളിഡേ ആണ് ഞാൻ കൊടുക്കുന്നത്. അതിന്റെയും കൂടെ റെഫറൻസ് ഞാൻ പാസ് ചെയ്തു. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/10, എൻഡിങ് ഡേറ്റ് 30/10, ദെൻ ഹോളിഡേ എന്ന് പറയുന്നത് 20/10 പറഞ്ഞു കൊടുത്തു. നോർമലി നമ്മുടെ വർക്കിംഗ് ഡേയ്സ് ഹോളിഡേ കൺസിഡർ ചെയ്യാണ്ട് നോർമലി നമ്മുടെ വർക്കിംഗ് ഡേയ്സ് 11 അപ്പൊ ഈ ഒരു ഹോളിഡേ വരുന്നത് എന്നാ? തിങ്കളാഴ്ചയാണ്. അതുകൂടെ കുറച്ചാൽ എത്ര വരും? 10 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള രീതിയിൽ വരും. ഇത്രേ ഉള്ളൂ. ഇവിടെ 16/10 സ്റ്റാർട്ട് ചെയ്യും. 1, 2, 3, 4, 5, 6, 7, 8, സോറി ഇത് ഇൻക്ലൂഡഡ് അല്ലേ, ഇവിടെ നിന്നാണ് പോകുന്നത്. ഈ ഒരു രീതിയിൽ എന്ത് പോകും? ഇവിടെ നിന്നാണ് എടുക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 16/10 ഇന്നത്തെ എടുത്തില്ല. ദെൻ അതിനുശേഷം വരുന്ന, സോറി 10 അല്ല 11 വരും. 2, 4, 6, 8, 10, 1, 11, 30 വരെയല്ലേ ഞാൻ കൊടുത്തത്. അപ്പൊ 11 ഡേറ്റ് ആണ് ഉള്ളത്. സോറി 11 വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത്. സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡഡ് അല്ല. 11 വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത്. അതില് 20-ാം തീയതി എന്ന് പറയുന്നത് എന്നാ? തിങ്കളാഴ്ചയാണ്. അപ്പം നമ്മുടെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേയിലാണ് വരുന്നത്. അപ്പൊ 20-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേ കുറച്ചാൽ 11-ന്ന് 1 പോയാൽ ബാക്കി 10 നെറ്റ്വർക്ക് ഡേയ്സ് ആണ് വരുന്നത്. സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ എണ്ണി കാണിച്ചത്. ഓക്കെ, സോ ഇന്ന് തുടങ്ങി 30-ാം തീയതി വരെ ടോട്ടൽ 11 വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത്, വിത്തൗട്ട് കൺസിഡറിങ് സാറ്റർഡേ ആൻഡ് സൺഡേ. ദെൻ 20th എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആണ് ഞാൻ പറഞ്ഞു കൊടുത്തു. കാരണം അത് മൺഡേ ആണ് വരുന്നത്. ഓഫ്കോഴ്സ് അതൊരു ഹോളിഡേ ആണ്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ആ നെറ്റ്വർക്ക് ഡേയ്സിൽ നിന്നും ആ ഒരു ഡേയും കൂടെ അങ്ങ് കട്ട് ചെയ്തപ്പം ബാക്കി 10 വർക്കിംഗ് ഡേയ്സ് ആണ് ഇനി നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു തന്നു. ക്ലിയർ ആണോ? ഇതാണ് നെറ്റ്വർക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിൽ നമുക്ക് ഇത്രയാണ് വരുന്നത്. ഒന്ന് ടുഡേ, പിന്നെ ഡേറ്റ്, ഇയർ, മന്ത്, ഡേ, ഓഫ് എൻഡ് ഓഫ് മന്ത്, എൻഡ് ഡേറ്റ്, നെറ്റ്വർക്ക് ഡേയ്സ്, ടൈം, അവർ, മിനിറ്റ്, സെക്കൻഡ്, നൗ. ഇത്രയാണ് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ. ഈ പറയുന്ന ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻസിലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്ക്.
ഇവിടെ തന്നെ ഞാൻ കാണിക്കാം. അടുത്തതാണ് ഫൈൻഡ് ആൻഡ് സെർച്ച് എന്ന് പറയുന്നത്. ഫൈൻഡ് ആൻഡ് സെർച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനും ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഫൈൻഡ് ആൻഡ് സെർച്ച് എന്ന് പറയുന്ന മെത്തേഡ്സ് നമുക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് വാല്യൂസ് ഒന്ന് എഴുതുവാണ്. ഉം, ഇങ്ങനെ കുറച്ച് വാല്യൂസ് എഴുതി. എന്നിട്ട് ഞാൻ പറയുന്നു കൺട്രോൾ എഫ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള, അതായത് ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ളതാണ് കൺട്രോൾ എഫ് എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ ദേ ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ, ഫൈൻഡ് ആൻഡ് സെലക്ട് എന്ന് പറയുന്നത് ഇവിടെയും കിടപ്പുണ്ട്. ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എഫ് എന്ന് പറയുന്നതാണ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ ഡയലോഗ് ബോക്സ് ആണിത്. ഫൈൻഡ് ഉണ്ട്, റീപ്ലേസ് ഉണ്ട്. ഫൈൻഡിൽ വന്നിട്ട് ഫൈൻഡ് വാട്ട്, എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സാക്റ്റ് ആയിട്ട് ഞാനിപ്പം ABC എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്തിൻ ഷീറ്റ്, ഈ ഷീറ്റിനുള്ളിലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സെർച്ച് ബൈ റോസ്, റോ വൈസ് എനിക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ദെൻ ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലാണേലും കയറി നോക്കണം എന്നുള്ളതാണ് ലുക്ക് ഇൻ ഫോർമുലാസ് എന്ന് പറയുന്നത്. മാച്ച് കേസ്, കേസ് സെൻസിറ്റീവ്. ABC എന്ന് ഞാനിങ്ങനെ ക്യാപിറ്റലൈസ്, ഇപ്പൊ ഞാൻ എല്ലാ കേസിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മാച്ച് കേസിന് നേരെ ആ ബോക്സ് ടിക്ക് ചെയ്താൽ കേസ് സെൻസിറ്റീവ് ആണ്. അങ്ങനെ തന്നെ എനിക്ക് കിട്ടണം. അതിപ്പോ ഈ രീതിയിൽ ഇപ്പൊ ABC എന്ന് എഴുതിയതുകൊണ്ട് സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുത്തതുകൊണ്ട് അത് എടുക്കില്ല. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇത് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ തന്നെ വേണം. മാച്ച് എൻറ്റയർ സെൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിക്കോട്ടെ ആ കണ്ടന്റ് സെയിം ആയാൽ മാത്രം മതി. ABC എന്ന് പറയുന്നത് അതിപ്പോ അപ്പർ കേസിലായിക്കോട്ടെ ലോവർ കേസിലായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അത് അങ്ങനെ ആയിരിക്കണം. മീൻസ് ആ ഒരു കണ്ടന്റ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം മാച്ച് കേസ് കാണിച്ചു തരാം. മാച്ച് കേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫൈൻ നെക്സ്റ്റ് എന്ന് കൊടുക്കാൻ പോവാണ്. അടുത്തത് എവിടെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, സെലക്ഷൻ മാറുന്നത് നോക്കിക്കോണം. ഫൈൻ നെക്സ്റ്റ് കൊടുത്തു, താഴേക്ക് സെലക്ഷൻ മാറി. എഗെയിൻ ഞാൻ ഫൈൻ നെക്സ്റ്റ് കൊടുത്തു, ഇവിടെ വന്നു. ഇവിടെ കയറാണ്ട് നേരെ തിരിച്ച് ഈ ABCയിലേക്ക് അടുത്തത് വരുന്നത് നോക്കിക്കോണം. കണ്ടോ? കാരണം എന്താ? കേസ് സെൻസിറ്റീവ് ആണ്. അതായത് അവിടെ നമ്മൾ കൊടുത്ത വാല്യൂ അതേപടി ഉണ്ടായിരിക്കണം. അപ്പർ കേസിലാണെങ്കിൽ അപ്പർ കേസിൽ തന്നെ ഉള്ളതേ അത് എടുക്കുള്ളൂ. എന്നാൽ മാച്ച് എൻറ്റയർ സെൽ കണ്ടന്റ് എന്നാണെങ്കിൽ ഇനി ഞാനത് ഫൈൻഡ് ചെയ്ത് കാണിക്കാം. താഴേക്ക് പോയി, അടുത്ത താഴേക്ക് പോയി, എഗെയിൻ ചെയ്യുമ്പോൾ നോക്കിക്കേ ഇതിലേക്കാണ് എത്തിയത് അല്ലേ. അതെന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്താൻ കാരണം? മാച്ച് എൻറ്റയർ സെൽ കണ്ടന്റ് ആണ്. അതിനകത്തുള്ള കണ്ടന്റ് സെയിം ആയാൽ മതി. അവിടെ എന്ത് സെയിം ആകണമെന്നില്ല. ഈ ഈ രീതിയിൽ കേസ് സെൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് കണ്ടന്റ് സെയിം ആയാൽ മതി. അതാണ് ഫൈൻഡ് എന്ന് പറയുന്നത്. കൺട്രോൾ F ആണ് ഫൈൻഡ് ചെയ്യാൻ. ഇതാണ് വരുന്നത്. ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലിസ്റ്റ് തന്നെ കാണിക്കും. നോക്കിക്കേ ഏതൊക്കെ സെൽസിൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന ബുക്കിൽ, മീൻസ് എക്സൽ ബുക്കിൽ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഷീറ്റിന്റെ പേര് ഡേറ്റ് ആൻഡ് ടൈം. അതിൽ V11 എന്ന് പറയുന്ന സെല്ലിലുണ്ട്. W12 എന്ന് പറയുന്നിടത്തുണ്ട്. X13 എന്ന് പറയുന്നിടത്തുണ്ട്. Y14 എന്ന് പറയുന്നിടത്തുണ്ട്. മാച്ച് എൻറ്റയർ സെൽ കണ്ടന്റ് ആണ്. അത് എവിടൊക്കെ ആ വാല്യൂ വന്നിട്ടുണ്ട്, ഏത് ബുക്കില്, ഏത് ഷീറ്റില്, ഏത് സെല്ലില് എന്തായിട്ടാണ് ആ വാല്യൂ വന്നേക്കുന്നത് നമുക്ക് കിട്ടും. ഇനി സപ്പോസ് മാച്ച് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. മാച്ച് കേസ് ആണെങ്കിൽ ഫൈൻഡ് ഓൾ ഞാൻ കൊടുക്കുന്നു. അപ്പൊ ഈ 3 എണ്ണം വരുള്ളൂ. ആ താഴത്തെ ABC, അതായത് ലോവർ കേസിൽ എഴുതിയത് വരത്തില്ല. കാരണം എന്താ? മാച്ച് കേസ് ആണ് ഞാൻ അവിടെ കൊടുത്തത്. ഇനി അടുത്തത് റീപ്ലേസ്. റീപ്ലേസ് തൊട്ടിപ്പുറേ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ H കൊടുത്താൽ നമുക്ക് റീപ്ലേസ് കിട്ടും. ഫൈൻഡ് വാട്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ABC എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞു XYZ വെച്ച് റീപ്ലേസ് ചെയ്യണം. ABCനെ XYZ വെച്ച് റീപ്ലേസ് ചെയ്യണം. ആദ്യമേ ഞാന് ഫൈൻഡ് ഓൾ അറിയാലോ, ഈ 3 എണ്ണമാണ്. മാച്ച് കേസ് ആണ് കൊടുത്തത്, അപ്പൊ ഈ 3 എണ്ണമാണ്, ഈ 3 ഇടത്താണ് വരുന്നത്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്തു പോകും. റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് റീപ്ലേസ് ചെയ്യും. ഞാൻ ആദ്യം റീപ്ലേസ് കാണിക്കാം. XYZ എന്നായി, അടുത്ത XYZ എന്നായി, അടുത്ത XYZ എന്നായി. ഇനി ഞാൻ റീപ്ലേസ് കൊടുത്താൽ പറയും അങ്ങനെ ഒരെണ്ണം ഇല്ല. ABC എന്ന് പറയുന്ന ഒരെണ്ണം ഇല്ല. മീൻസ് ഈ ഒരു രീതിയിലേക്ക് മാച്ച് കേസ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്. എഗെയിൻ ഞാൻ തിരിച്ചു കൊടുത്ത് കാണിക്കാം. ഇപ്പോൾ ഉള്ളത് XYZ അല്ലേ. XYZ-നെ തിരിച്ച് ABC ആക്കാൻ പോവാണ്. ABC എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുന്നു റീപ്ലേസ് ഓൾ കൊടുക്കാൻ പോവാ. അപ്പൊ ഈ 3 എണ്ണം ഒരുമിച്ചങ്ങ് എന്തായി മാറും? ABC ആയി മാറും. കണ്ടോ? 3 എണ്ണം ഒരുമിച്ച് നോക്കിക്കേ ABC ആയി മാറി.
അപ്പൊ ഇവിടെ എക്സൽ എന്താ പറഞ്ഞത്? ഓൾ ഡൺ, എല്ലാം ചെയ്തു. വി മെയ്ഡ് 3 റീപ്ലേസ്മെന്റ്, 3 റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ ചെയ്തത്. ഒറ്റയടിക്കാണ് ഞാൻ റീപ്ലേസ് ഓൾ ആണ് ഞാൻ കൊടുത്തത്. അപ്പൊ എല്ലാം ചെയ്തിട്ടുണ്ട്. 3 റീപ്ലേസ്മെന്റ്സ് ആണ് അവിടെ ചെയ്തതെന്ന് നമുക്ക് കിട്ടും. അതാണത്. ഇനി അഗെയിൻ ഞാൻ ഇതുപോലെ തന്നെ ABC എന്ന് പറയുന്നതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് ഞാൻ പറയുവാണ്. UVW വെച്ച് റീപ്ലേസ് ചെയ്യണം. മാച്ച് കേസ് അല്ല, മാച്ച് എൻറ്റയർ സെൽ കണ്ടന്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. സോ ഓരോന്നോരോന്നായിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ഇത് റീപ്ലേസ് ചെയ്തു, അടുത്ത് റീപ്ലേസ് ചെയ്തു, അടുത്ത് റീപ്ലേസ് ചെയ്തു, എഗെയിൻ അടുത്തത് ചെയ്തു. ഓക്കെ, എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തു. മാച്ച് എൻറ്റയർ സെൽ കണ്ടന്റ് ആണ് കൊടുത്തത്. ഇനി തിരിച്ച് ഞാൻ UVW എന്നുള്ളതിനെ തിരിച്ച് ഞാൻ ABC ആക്കുന്നു. ഞാനത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് റീപ്ലേസ് ഓൾ കൊടുക്കുവാണ്. മൊത്തത്തിൽ മാറി. അവിടെ എല്ലാത്തിനെയും ചേഞ്ച് ചെയ്തു. എന്താ പറഞ്ഞേ? ഓൾ ഡൺ, വി മെയ്ഡ് 4 റീപ്ലേസ്മെന്റ്. മൊത്തത്തിൽ 4 എണ്ണമാണ്. എത്ര എണ്ണം ചെയ്തു, എത്രയിടത്താണ് ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നതെന്നും കൂടെ പറഞ്ഞു തരും. അതാണ് എന്ത് ഈ പറയുന്ന ഫൈൻഡ് ആൻഡ് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൺട്രോൾ F കൊടുത്താൽ നമുക്ക് അത് കിട്ടും. കൺട്രോൾ F അല്ലെങ്കിൽ കൺട്രോൾ ഇത് ഈ രീതിയിൽ HO ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കൊടുക്കാം. ഇത് കണ്ടോ, ഫൈൻഡ് ചെയ്യാൻ കൺട്രോൾ F, റീപ്ലേസ് ചെയ്യാൻ കൺട്രോൾ H. ഒന്നെങ്കിൽ ഹോം ടാബിൽ പോയിട്ട് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോർട്ട് കട്ട് കീ കൊടുത്താലും മതി. കൺട്രോൾ F ഫൈൻഡ് ചെയ്യാൻ, കൺട്രോൾ H റീപ്ലേസ് ചെയ്യാൻ. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ടാബിൽ പോയിട്ട് എഡിറ്റിംഗ് ഗ്രൂപ്പിൽ വന്നിട്ട് ഫൈൻഡ് ആൻഡ് സെർച്ച് എടുക്കാം. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയ കൺട്രോൾ F കൺട്രോൾ H കൊടുത്താൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എടുക്കാം. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നതാണ് ഫൈൻഡ് ആൻഡ് സെർച്ച് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫൈൻഡ്, സെർച്ച്, റീപ്ലേസ്, സബ്സ്റ്റിറ്റ്യൂട്ട്. ഫൈൻഡും സെർച്ചും ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ പറയുന്നത് ഈക്വൽ ടു ഫൈൻഡ്. ആദ്യമേ പറയേണ്ടത് എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ലെറ്റേഴ്സ് വരുമ്പോൾ കോഡ്സിനുള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ലെറ്റേഴ്സ് കോഡ്സിനുള്ളിൽ തന്നെ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു W എന്ന് പറയുന്നതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതും എവിടെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്?
ഈ പറയുന്ന ടെക്സ്റ്റ് ഡേറ്റയിലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഡബ്ല്യുവിന്റെ പൊസിഷൻ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഹലോ എന്ന് പറയുമ്പോൾ 5 ക്യാരക്ടേഴ്സ് ആയി. സ്പേസ് 6, ഡബ്ല്യു എന്ന് പറയുമ്പോൾ 7ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ഫൈൻഡ് ഓഫ് ഏത് ടെക്സ്റ്റ് കോട്സിനുള്ളിൽ പറഞ്ഞു കൊടുത്തു ഡബ്ല്യു. അത് ലെറ്റർ ആയതുകൊണ്ടാണ് കോട്സിനുള്ളിൽ കൊടുക്കുന്നത്. കോട്സിനുള്ളിൽ ഡബ്ല്യു എന്ന് കൊടുത്തു, കോമ ഏത് വിത്തിൻ എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, സോറി ഫൈൻഡ് ചെയ്യേണ്ടത്, ഈ പറയുന്ന സെല്ലിന്റെ റെഫറൻസ് ഞാൻ കൊടുത്തു. അപ്പൊ അതിനകത്ത് ഡബ്ല്യു എന്ന് പറയുന്നതിന്റെ പൊസിഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഓയുടെ പൊസിഷൻ. അപ്പൊ ഓ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹലോയിലും ഓ ഉണ്ട്, വേർഡിലും ഓ ഉണ്ട് അല്ലെ. ഹലോ വേർഡ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതില് രണ്ടിടത്തും ഓ ഉണ്ട്. അപ്പൊ ആദ്യം വരുന്ന ഓയുടെ പൊസിഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം വരുന്ന ഓയുടെ പൊസിഷൻ എത്രാമതാ? 5ാമതാണ്. അതാണ് കിട്ടുന്നത്. എന്നാൽ എനിക്ക് രണ്ടാമത് വരുന്ന ഓയാണ് കിട്ടേണ്ടതെങ്കിൽ ഫൈൻഡ് ചെയ്യേണ്ട പൊസിഷൻ നമ്മൾ മാറ്റി കൊടുക്കുക. ആദ്യത്തെ ഓ എവിടാ തുടങ്ങുന്നത്? ആദ്യത്തെ ഓ എന്ന് പറയുന്ന 5ാമത്തെ പൊസിഷനിലായിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങുക? ഫൈൻഡ് ചെയ്യാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കൊടുക്കുക. ഈക്വൽ ടു ഫൈൻഡ് ഓഫ് ഓ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യണം. ഈ സെല്ലിലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എവിടെ തൊട്ടാണ്? സ്റ്റാർട്ടിംഗ് നമ്പർ എവിടെയാണ് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്? 6th പൊസിഷൻ തൊട്ടിട്ടാണ് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പൊ 5th പൊസിഷനിലാണ് ആദ്യത്തെ ഓ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് 6ാമത്തെ പൊസിഷൻ തൊട്ടിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയാൽ മതി? ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ 6ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്പേസ്, ഹലോയ്ക്കും വേർഡിനും ഇടയിലുള്ള സ്പേസ് തൊട്ടിട്ടാണ് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഓ എന്ന് പറയുമ്പോൾ അതിന്റെ പൊസിഷൻ എത്രാമതാ? 8ാമതാണ് വരുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഓ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഓഫ് കോഴ്സ് ആദ്യത്തെ ഓടെ പൊസിഷനെ അവിടെ നമുക്ക് കിട്ടുള്ളൂ. രണ്ടാമത്തെ ഓടെ പൊസിഷൻ കിട്ടണമെങ്കിലാണ് ഞാൻ എന്ത് കൊടുത്തത്? ഈ പറയുന്ന രീതിയിൽ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങേണ്ടത്. സ്റ്റാർട്ടിംഗ് നമ്പർ ആയിട്ട് എന്ത് കൊടുത്തു? ആദ്യത്തെ ഓ കഴിഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞു കൊടുത്തത്. അവിടെ തുടങ്ങണമെന്ന് പറഞ്ഞു കൊടുത്തത്. ഇതുപോലെ തന്നെ ഉള്ളതാണ് സെർച്ച് എന്ന് പറയുന്നത്. ഈക്വൽ ടു സെർച്ച് ഓഫ് ഫൈൻഡ് ടെക്സ്റ്റ്. എൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം ഇതില്. അപ്പം ആദ്യത്തേതാണ് എല്ല് 2 തവണ വരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പൊസിഷൻ ആണ് കിട്ടുന്നത്. അതായത് 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ എൽ എടുക്കണമെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം? എൽ എന്ന് പറയുന്ന ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുക വിത്തിൻ ദ ടെസ്റ്റ്. ദെൻ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എവിടെ കൊടുക്കുക? 4ാമത്. അപ്പൊ 3ാമതാണ് ആദ്യത്തെ എൽ ഇരിക്കുന്നത്. 4ാമത്തെ പൊസിഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങുക? സെർച്ച് ചെയ്ത് തുടങ്ങുക എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഫൈൻഡും സെർച്ചും ഏകദേശം സെയിം ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ റീപ്ലേസ് എന്ന് പറയുന്നത്. ഈക്വൽ ടു റീപ്ലേസ്. ആദ്യമേ എന്താ കൊടുക്കണ്ടേ? ഓൾഡ് ടെസ്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഈ ഒരു ടെക്സ്റ്റ് ഡേറ്റയുടെ റെഫറൻസ് കൊടുത്തു. സ്റ്റാർട്ടിംഗ് നമ്പർ എവിടെയാണ് തുടങ്ങേണ്ടത്? ഞാൻ പറഞ്ഞു 7ാമത്തെ പൊസിഷനിൽ തുടങ്ങണം. എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മാറ്റണം? 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് മാറ്റണം. ദെൻ എന്ത് വെച്ചിട്ട് ചേഞ്ച് ചെയ്യണം? പൈത്തൺ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യണം. റീപ്ലേസിന്റെ ഉള്ളിൽ ആദ്യമേ ഈ ടെക്സ്റ്റ് ഡേറ്റയുടെ റെഫറൻസ് കൊടുത്തു, കോമ എവിടെ തുടങ്ങണം? ഞാൻ അതിനകത്ത് എവിടെങ്കിലും ഉള്ള ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് മാറ്റാൻ പോകുന്നത്. സോ 7ാമത്തെ പൊസിഷനിൽ തുടങ്ങണം. 7 എന്ന് പറയുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ 5 സ്പേസ് 6 ഡബ്ല്യു ആണ് 7ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത്. അവിടം തൊട്ട് 5 ക്യാരക്ടേഴ്സിന്, അപ്പൊ WORLD 5 ക്യാരക്ടേഴ്സ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എന്ത് വെച്ച് ചേഞ്ച് ചെയ്യണം? പൈത്തൺ എന്ന് പറയുന്ന ഈ വേർഡ് വെച്ച് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും? ഹലോ പൈത്തൺ വേൾഡ് എന്ന് കിട്ടും. ഈ നടുക്ക് ഉള്ള വേൾഡ് മാറ്റിയിട്ട് അവിടെ ആരായി? പൈത്തൺ എന്ന് കേറി റീപ്ലേസ് ചെയ്തു. അടുത്തതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട്. ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ ഒരു സെല്ലിലിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റില് കോമ സോൾഡ് എന്ന് പറയുന്നതിനെ ബ്രോഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 സോൾഡ് ഉണ്ട്. ഏത് സോൾഡ് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് 2നെ ഒറ്റയടിക്ക് എന്തിലേക്ക് മാറ്റും? ബ്രോട്ടിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ സെല്ലിൽ ഇരിക്കുന്നതിലെ സോൾഡ് എന്ന് പറയുന്നതിനെ ബ്രോട്ടിലേക്ക് എന്ത് ചെയ്യുക? മാറ്റുക. അപ്പൊ പ്രൊഡക്റ്റ് ബ്രോട്ട് ഔട്ട് എന്ന് വരും. അവിടെ ഏത് സോൾഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എത്രാമത്തെ സോൾഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് മാറും. ഇനി അടുത്ത ഞാൻ പറയുന്നത് എന്താണ്? ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഈ സെല്ലിലിരിക്കുന്ന ടെക്സ്റ്റിനെ, ഇതിലെ സോൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റിനെ ബ്രോട്ടിലേക്ക് മാറ്റണം. അതേതാണ്? ഫസ്റ്റ് സോൾഡിനെ. അതാണ് ഞാൻ ഫസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താ? ആദ്യം വരുന്ന ആ വാല്യൂ. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന വാല്യൂ എടുക്കാൻ വേണ്ടിയാണ് എന്ത് കൊടുത്തത്? 1 എന്ന് കൊടുത്തത്. ഇതിനകത്ത്
സോൾഡ് എന്ന് പറയുന്ന വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന സോൾട്ടിനെ എന്തിലേക്ക് മാറ്റുക, ബ്രോഡിലേക്ക് മാറ്റുക. അപ്പൊ രണ്ടാമത് വരുന്ന അവിടെ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഡേറ്റയിൽ ഒരു പർട്ടിക്കുലർ സബ്സ്ട്രിങ്ങിനെ നമുക്ക് വേറൊരു സബ് ആയിട്ടുള്ള സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. റീപ്ലേസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈൻഡും സെർച്ചും, എവിടെയാണ് ആ ഒരു ക്യാരക്ടർ ഉള്ളത്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ കിട്ടേണ്ടത് അപ്പൊ ആദ്യം ഉള്ളത് മാറ്റിയിട്ട് എവിടെ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങണം എന്നൂടെ പറഞ്ഞു കൊടുത്താൽ മതി. സ്റ്റാർട്ടിംഗ് പൊസിഷനും കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. ഇതാണ് ഫൈൻഡ് ആൻഡ് സെർച്ച് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫൈൻഡ്, സെർച്ച്, റീപ്ലേസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പൊ ഇന്ന് നോക്കിയ ഫങ്ഷൻസ് ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ഉണ്ട്, ഫൈൻഡ് ആൻഡ് സെർച്ച് ഉണ്ട്, കണ്ടീഷണൽ ഉണ്ട്, ലോജിക്കൽ ഉണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ഫൈൻഡും സെർച്ചും എങ്ങനെയാണ് അല്ലാതെ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തന്നു. സോ ഇത്രയും ഫങ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഡേറ്റയിൽ ഈ പറയുന്ന രീതിയിൽ കണ്ടീഷൻസും ഈ പറയുന്ന രീതിയിൽ ലോജിക്കലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ചോദിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണെങ്കിൽ ലീവ് ചെയ്തോ. മാം ഇത് നാളെയും കൂടെ ആണോ ക്ലാസ് വരുന്നത്, ലാസ്റ്റ് ക്ലാസ്, അതോ ഇനിയും ക്ലാസ്സുകളുണ്ടോ? അല്ല ഇനിയുണ്ട്, അടുത്ത വീക്ക് കൂടെ ഉണ്ട്. അത് ഈ പവർ ബി ഒക്കെ അന്നേരം പഠിപ്പിക്കുമായിരിക്കും അല്ലേ? ഉണ്ട്, അടുത്ത വീക്കിൽ വരുന്നുണ്ട് പവർ ബി ഒക്കെ. ഓക്കെ ഉം. ഓക്കെ. ഓക്കെ ശരി.